Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതുവരെ നാം കണ്ടത് ട്രെയിലർ മാത്രമാണ്. കഥ മാറുമോ ഇനി? സ്വർണ്ണപ്പാളികകൾക്കപ്പുറം പഞ്ചലോഹ വിഗ്രഹങ്ങൾ തന്നെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ആരാണി ഡി മണി? സുഭാഷ് കപൂർ മാതൃകയിൽ കൊള്ള നടത്തുന്ന മാഫിയ തലവനാണോ? ഉണ്ണികൃഷ്ണൻ പോറ്റി? പോറ്റിയവരും പുറത്താണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ സസ്പെൻസ് തുടരുമോ? സ്വർണ്ണക്കൊള്ളയിൽ സൂപ്പർ ട്വിസ്റ്റോ? അന്വേഷണത്തിന് CBI വരണമെന്നുണ്ടോ? SITയെ മുതിർന്ന IPS ഉദ്യോഗസ്ഥർ സർക്കാരിനു വേണ്ടി സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ? സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്ക്, അകത്ത് കിടക്കുന്നവർക്കും പുറത്തിരിക്കുന്നവർക്കും ഒരു സർക്കാർ പരിരക്ഷയുണ്ടോ? സൂപ്പർ ട്വിസ്റ്റോ എന്നാണ് ചോദ്യം. അതിഥികളായ അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPM പ്രതിനിധി, കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, നിരീക്ഷകൻ TK രാജഗോപാൽ, ശില്പി മഹേഷ് പണിക്കർ എന്നിവരാണ്. ഞാൻ ആദ്യം TK രാജഗോപാലിലേക്ക് പോകുന്നു. TK രാജഗോപാൽ, ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിലുള്ളതാണ്. ഓരോ ദിവസവും പുറത്തുവരുന്ന വാർത്തകൾ വളരെ ഗൗരവത്തിലുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പഞ്ചലോഹ വിഗ്രഹങ്ങൾ തന്നെ കടത്തിക്കൊണ്ടുപോയി എന്നാണ് ഈ പുറത്തു വന്നിരിക്കുന്ന മൊഴി. രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായിയുടെ മൊഴിയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഉന്നതനും ഈ ഡി മണി എന്ന് പറയുന്ന ഒരു വ്യവസായിയും ചേർന്ന് തിരുവനന്തപുരത്ത് വെച്ച് പണമിടപാട് നടത്തി ആ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൈമാറി എന്നതാണ് പുറത്തുവരുന്ന വിവരം. താങ്കൾ ഈ വാർത്ത കേൾക്കുമ്പോൾ താങ്കൾക്കൊരു ഞെട്ടലുണ്ടാവുന്നുണ്ടോ? അങ്ങനെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ എന്തെങ്കിലും സന്നിധാനത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോയി എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? അതും ഈ കൂട്ടർ നടത്തും എന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? TK രാജഗോപാൽ. തീർച്ചയായിട്ടും ഡോക്ടർ അരുണെ, ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. രാവിലെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത ഈ വാർത്ത ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആദ്യം എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു അവിടുന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ വരെ കൊണ്ടുപോയി എന്നുള്ളത്. പഞ്ചലോഹ വിഗ്രഹങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ശബരിമലയിലെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹം എന്ന് പറഞ്ഞാൽ അയ്യപ്പസ്വാമിയാണ്. അയ്യപ്പസ്വാമിയാണ് അവിടുത്തെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹം എന്ന് പറയുന്നത്. അന്വേഷിക്കട്ടെ. ഇപ്പൊ ഇത് നമ്മളെ മൊഴിയാണല്ലോ, മൊഴിയുടെ അടിസ്ഥാനത്തിൽ വന്നൊരു കേസാണിത്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കട്ടെ. SIT അതിന്റെ മൊഴി തെളിവെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ രണ്ടാളുകളുടെ നിന്നും തെളിവെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ രമേശ് ചെന്നിത്തലയാണല്ലോ ഇതിന് തുടക്കമിട്ടത്. ഈ ഇത്തരത്തിലൊരു മൊഴിയിലേക്കും ഇത്തരത്തിലുള്ള ഒരു വാർത്തയ്ക്കും തുടക്കമിടുന്നത് രമേശ് ചെന്നിത്തലയാണ്. അവരുടെ ക്രെഡിബിലിറ്റി നമ്മൾ നോക്കണം. രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനല്ല. നമ്മൾ കരുതുന്ന മറ്റ് രാഷ്ട്രീയക്കാരെ പോലെ അദ്ദേഹത്തെ നമുക്ക് മാറ്റി കരുതാനൊക്കത്തില്ല. അദ്ദേഹം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. വിജിലൻസിലും ഇന്റലിജൻസിലും ഒക്കെ നല്ല പരിചയ സമ്പന്നനായിട്ടുള്ളതും ഇപ്പോഴും അവിടെ സോഴ്സുകളുള്ളതുമായിട്ടുള്ള ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരുപാട് സംഭവങ്ങൾ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് LDF സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതൊന്നും ആരോപണങ്ങൾ മാത്രമായിരുന്നില്ല എന്ന് പിന്നീട് തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ രമേശിന്റെ ഒരു ആരോപണത്തെ, അങ്ങനെ രമേശ് ചെന്നിത്തല പറയുന്ന ഒരു ആരോപണത്തെ വെറും രാഷ്ട്രീയ ആരോപണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അതാണ് ഇതിനകത്തിലുണ്ടാകുന്ന ഈ കേസിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ അത്തരത്തിലുള്ള ഒരു നിർണായകമായൊരു ഇടപെടലെന്ന് എനിക്ക് തോന്നുന്നത്. രമേശ് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ ചില വിവരങ്ങളാണ്. അങ്ങനെയാണല്ലോ അദ്ദേഹം പറയുന്നത്, എനിക്ക് ഒരാൾ തന്ന വിവരങ്ങളാണ്, ഒരു വ്യവസായി തന്ന വിവരങ്ങളാണ് ഞാൻ അറിയിച്ചത്, ഞാൻ SIT അറിയിച്ചതെന്ന് പറയുന്നു. ഒരു വ്യവസായി രമേശ് ചെന്നിത്തലയോട് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ദുബായിലോ മറ്റോ വ്യവസായം നടത്തുന്ന ആളാണെന്നാണ് പറഞ്ഞത്. ഒരു ദുബായിൽ വ്യവസായം നടത്തുന്ന ഒരാള് ശബരിമല പോലെ ഇത്ര വിവാദമായിട്ട് നിൽക്കുന്ന ഈ സ്വർണ്ണ വിവാദങ്ങളിൽ, കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ വിഷയമുണ്ട് ഇതിനകത്തില്, അതേപോലെ തന്നെ ഭക്തജനങ്ങളുടെ വിശ്വാസികളുടെ പ്രശ്നമുണ്ട്. അത്തരം കാര്യങ്ങളിൽ അങ്ങനെയുള്ള ഒരു വലിയ ഗൗരവമായ വിഷയത്തില് ഒരു വ്യവസായി, ദുബായിൽ സമാധാനമായിട്ട് വ്യവസായം നടത്തുന്ന ഒരാൾ ചെന്ന് ഈ കേസിൽ ചെന്ന് ചാടുമെന്ന്, വെറുതെ ചെന്ന് തല വെച്ചു കൊടുക്കുമെന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തെങ്കിലും ഉണ്ടാകും, അദ്ദേഹത്തിന്റെ കയ്യിലും എന്തെങ്കിലും തെളിവുകളോ കാരണങ്ങളോ, അതിനുള്ള കാരണങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിനുണ്ടാകും. അതുകൊണ്ട് ആ രീതി വേണം നമ്മൾ കാണാനാണ്. ഇപ്പോൾ ആ ഉന്നതൻ ആര് എന്നുള്ളതിനെ കുറിച്ച് പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്. വരട്ടെ, SIT അന്വേഷണത്തിലൂടെ കണ്ടെത്തട്ടെ. പക്ഷെ നമ്മുടെ മുന്നിൽ മറ്റൊരു വസ്തുത കൂടി കിടക്കുന്നു. ഈ ഗോവർദ്ധൻ സന്നിധാനത്തേക്ക് ഒരു 10 പവന്റെ മാല കൊടുത്തിരുന്നു. ആ മാല കൊടുത്തത് 2 വർഷത്തിനു ശേഷമാണ് ശബരിമലയിലെ ദേവസ്വം ബോർഡ് റിസീപ്റ്റ് ചെയ്ത് ബില്ല് ചെയ്ത് കൊടുക്കുന്നത്. അത് ഗോവർദ്ധൻ തന്നെ വിശദീകരിച്ചത് താങ്കൾ ഒരുപക്ഷെ കേട്ട് കാണും.
താൻ ഈ സ്വർണ്ണപ്പാളികൾ ഉരുക്കിയെടുത്തതിലെ സ്വർണം തനിക്ക് ലഭിച്ചതിന് ശേഷമുണ്ടായ മനോവിഷമം അതിന് പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തത്. പക്ഷേ ഈ തട്ടിപ്പ് പുറത്തു വരുമെന്നുള്ളത് കൊണ്ടെന്ന് രസീത് വാങ്ങാനായിട്ട് മേൽവിലാസം കൊടുത്തില്ല. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി മാളികപ്പുറത്തെ മേൽശാന്തിയുടെ സഹായിയുടെ കയ്യിൽ ഈ 10 പവൻ സ്വർണ്ണമാല ഏൽപ്പിക്കുന്നു. അത് രജിസ്റ്ററിൽ പെടുത്താതെ അത് 2 വർഷം സൂക്ഷിക്കുന്നു. പിന്നീട് ഗോവർദ്ധൻ ഒരു മെയിൽ അയച്ചതോടു കൂടിയാണ് ഇത് പുറം ലോകം അറിയുന്നത്. എൻ്റെ ചോദ്യം ഇതാണ് രാജഗോപാൽ, ശബരിമലയിലെ മാളികപ്പുറത്തെ മേൽശാന്തിയുടെ സഹായിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് നടത്തിയ ഒരു വലിയ കള്ളമാണ് ഈ 10 പവന്റെ സ്വർണ്ണമാല. പക്ഷെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയമോ ഈ ദ്വാരപാലക ശില്പപാളികളടക്കം അടിച്ചുകൊണ്ടുപോയത്. അപ്പോൾ ഈ ഉന്നതരെന്ന് പറഞ്ഞാൽ അത് കേവലം രാഷ്ട്രീയ നേതാക്കളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്ന് വേണമോ നമ്മൾ കരുതാൻ? അത് അരുൺകുമാറെ, ഈയിടെ അന്തരിച്ച ശ്രീനിവാസന്റെ ഒരു പ്രസിദ്ധമായ സിനിമയുണ്ടായിരുന്നല്ലോ, പൊന്മുട്ട ഇടുന്ന താറാവ്. അതിനകത്തിൽ ഒരു 10 പവൻ മാല കേസ് ഉണ്ടായിരുന്നു. അരുൺകുമാറിന് അറിയാമല്ലോ ആ വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്തില് ശ്രീനിവാസനെ വരെ കബളിപ്പിക്കാനായിട്ട് കാമുകിക്ക് പടിഞ്ഞു കൊടുത്ത മാല എന്ന് പറഞ്ഞതുപോലെ ഈ മാലയിലും വിശദമായ അന്വേഷണം വേണം. 10 പവന്റെ മാല സങ്കടം സഹിക്കാൻ വയ്യാതെ അങ്ങനെ ഗോവർദ്ധൻ അവിടെ സമർപ്പിച്ചെന്നാണ് പറയുന്നത്. ഇവര് രണ്ടുപേരുമാണ് ശരിക്കും ഈ 12ഉം 13ഉം പ്രതിസ്ഥാനത്ത് വന്ന ആളുകളാണ് ഈ കേസിനെ വഴിതിരിച്ചത് മുഴുവൻ. എസ് ഐ ടിക്കും ഇപ്പൊ അത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടേണ്ടി വരികയാണ്. ഇവരുടെ ഈ മൊഴിയാണ് കേസിനെ ഏതെല്ലാം തരത്തിൽ അവർ വഴിതിരിച്ചു കൊണ്ടുപോയി നോക്കുക. അങ്ങനെ പറഞ്ഞതാണല്ലോ. ആദ്യം പറഞ്ഞത് ഞാൻ അവിടെ ശബരിമലയിൽ വാങ്ങിയ സ്വർണത്തിന് 474 ഗ്രാം സ്വർണത്തിന് ഞാൻ 9 പോയിന്റ് ഏതാണ്ട് 10 ലക്ഷം രൂപ കൊടുത്തെന്നാണ് പറയുന്നത്. അങ്ങനെ 10 ലക്ഷം രൂപ കൊടുക്കാം. അതിന്റെ വാല്യൂ എന്തായിരുന്നു ആ സമയത്ത്? ശബരിമലയിലെ സ്വർണത്തിന്റെ വില എന്തായിരുന്നു? അതൊന്നും അറിഞ്ഞുകൂടാ വഴിയല്ല. അപ്പൊ അത് അക്കൗണ്ടിൽ എങ്ങനെ കൊടുക്കുന്നത്? ദേവസ്വത്തിന്റെ അക്കൗണ്ടിലല്ല കൊടുക്കുന്നത്, അന്നദാന ഫണ്ടിന്റെ അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത്. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് അന്നദാന അക്കൗണ്ടിലേക്കാണോ പണം കൊടുക്കുന്നത്? അതൊന്നും സാധ്യമായ കാര്യമല്ല. ഇതൊക്കെ ഈ SIT അന്വേഷിച്ചാൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ ശ്രീ ടി കെ രാജഗോപാൽ? ഇത് CBI ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ഈ അന്വേഷണം ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നാണ്. പ്രതിപക്ഷ നേതാവ് SITയിൽ തുടർച്ചയായിട്ട് അവിശ്വാസം രേഖപ്പെടുത്തുകയും ചെയ്തു. അത് അരുൺകുമാർ പറഞ്ഞ ഒരു ടെസ്റ്റേറ്റിലേ ആയിട്ടുള്ളൂ. ഈ ടെസ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഒരുപാട് ടെസ്റ്റുകൾ ഈ കേസിനകത്ത് ഉണ്ടാകാം. തീർച്ചയായിട്ടും ഉണ്ടാകും ഇതിനകത്തില്. അപ്പൊ നമ്മുടെ SITയെ കൊണ്ട് അത് അന്വേഷിച്ച് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ വ്യാപ്തി അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ വ്യാപ്തി SITയുടെ അന്വേഷണ പരിധിക്കും പുറത്താണോ? ഞാൻ ഒന്ന് നമ്മുടെ ശില്പികളിൽ കൂടി പോയിട്ട് വരാം. മഹേഷ് പണിക്കറുണ്ട്. നമസ്കാരം മഹേഷ് പണിക്കർ. കഥ ഇപ്പോൾ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. താങ്കൾ അന്ന് ആദ്യ ഘട്ടത്തിൽ വാരിവാഹനത്തിന്റെ സംശയം പ്രകടിപ്പിച്ച നാൾ മുതൽ ഇതിൽ നേരിട്ട് രാഷ്ട്രീയ ബന്ധമില്ലാത്തവരും ഈ കേസിൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് തോന്നലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ തോന്നൽ ശക്തിപ്പെടുത്തുന്നതാണ് ഗോവർദ്ധന്റെ വാർത്ത പുറത്തു വന്നത്. ഇപ്പോൾ ഇതാ പഞ്ചലോഹ വിഗ്രഹങ്ങൾ തന്നെ അവിടെ നിന്ന് കടത്തിയെന്നും ശബരിമലയുമായി ബന്ധമുള്ള ഒരു ഉന്നതൻ, പത്മകുമാർ നേരത്തെ സൂചിപ്പിച്ച വാക്ക് ദൈവതുല്യരായിട്ടിരിക്കുന്നയാൾ എന്നാണ്. ഇങ്ങനെയുള്ള ആളുകൾ കൂടി ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വന്ന് കയറാൻ പോവുകയാണോ? നമ്മൾ ഇതുവരെ കേട്ടതിനേക്കാൾ ഗൗരവമേറിയ വിഷയമല്ലേ പഞ്ചലോഹ വിഗ്രഹങ്ങൾ സന്നിധാനത്ത് നിന്ന് കടത്തിയിട്ടുണ്ടെങ്കിൽ മഹേഷ് പണിക്കർ, അങ്ങനെ കടത്താൻ പഞ്ചലോഹ വിഗ്രഹങ്ങൾ സന്നിധാനത്ത് വേറെ ഉണ്ടോ അയ്യപ്പനല്ലാതെ? അല്ല, ഉണ്ട്. അവിടെ നമ്മുടെ ഈ കൊടിമരത്തിലുണ്ടായിരുന്ന അഷ്ടദിക്പാലകർ ഈ പറഞ്ഞ കാറ്റഗറി വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. അഷ്ടദിക്പാലകരുടെ ആ ഒരു വിഗ്രഹം പഞ്ചലോഹ വിഗ്രഹമായിട്ട് സ്വർണം പൂശിയതാണത്. അപ്പം അത് ആ രീതിയിലായിരിക്കും അതിൻ്റെ കച്ചവടം നടന്നിരിക്കുക. പക്ഷെ അത് 8 ഉണ്ട്, ഇതിനകത്ത് 4 പറയുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റ് അറിഞ്ഞാലേ പറ്റൂ. പക്ഷേ ഇതിനെക്കാട്ടിലും മേളിൽ എനിക്ക് തോന്നുന്നത് ഈ കപൂർ മോഡൽ ഇതെന്നൊക്കെ നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ ആ ഒരു കൊള്ള രീതിയിൽ, അതായത് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഈ വിഗ്രഹം കേടായി കഴിഞ്ഞാൽ ആ ലോഹത്തിലുള്ള വിഗ്രഹമാണ്, ഇതൊക്കെ തന്ത്രി കുടുംബത്തിന് അവകാശപ്പെട്ടാണ്. കേരളത്തിലെ ഏകദേശം 1000-ഓളം ക്ഷേത്രങ്ങളുടെ തന്ത്രം ഇവരുടെ കയ്യിലാണ്. അപ്പം മറ്റു പല ക്ഷേത്രങ്ങളിലും ഈ രീതിയിൽ, അതായത് ഒരു ക്ഷേത്രത്തിന്റെ ഏതൊക്കെ ക്ഷേത്രത്തിൽ പോയെന്നൊക്കെ ഇനി അന്വേഷണത്തിലൂടെ വെളിവാകണം. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഇവരുടെ കസ്റ്റഡിയിൽ ഉണ്ടാവും കാലാകാലങ്ങളായിട്ടുള്ളത്. അപ്പം അതിന്റെ ഒരു സെയിൽ നടന്നിരിക്കുന്ന ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വീട്, സ്വാതന്ത്ര്യാനന്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വീടെന്ന് പറയുന്ന 10 ജൻപതിൽ തന്നെ അയ്യപ്പ പൂജ നടത്താനായിട്ട് സോണിയാഗാന്ധിയുടെ കയ്യിൽ തായ്ത്ത്, അല്ലെങ്കിൽ നമ്മൾ കാപ്പ് കെട്ടുക എന്നൊക്കെ പറയുന്ന ഒരു മഞ്ഞളും ഇവിടെ വെച്ചുള്ള ഒരു കാപ്പ് കെട്ടിക്കൊടുത്ത് അയ്യപ്പ പൂജ ആ വീട്ടിൽ നടത്താൻ കപ്പാസിറ്റിയുള്ള ശബരിമലയിലെ മുഖ്യ പൂജാരിയായിട്ട് അവതരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ഈ വക സ്ഥാനങ്ങളുടെയൊക്കെ റൂട്ട് ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആയിട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് കാണപ്പെടുന്നത്.
കാര്യം ഇത്രയ്ക്ക് വലിയൊരു ആളായിട്ട് അദ്ദേഹത്തെ രാജീവ് തന്ത്രിയും അല്ലെങ്കിൽ മറ്റു തന്ത്രിമാരൊക്കെ ഉള്ളപ്പോൾ അവരെല്ലാം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനൊക്കെ അതുപോലത്തെ ഒരു വലിയ വ്യക്തിത്വത്തിന്റെ അടുത്ത് ഗോവർദ്ധന്റെ വീട്ടിലെ പൂജ നടത്തിയ ആരാ നമ്മൾ കണ്ടതല്ലേ? അങ്ങനെ ഒരു പൂജ നടത്തണേ തന്നെ ഒറിജിനൽ ആൾക്കാരല്ലേ കൊണ്ടുപോകേണ്ടത്? ഈ ഡ്യൂപ്ലിക്കേറ്റ് ആൾക്കാരെ കൊണ്ടുപോയ ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിന്റെ പറയിലുള്ളത്. ഈ ദൈവദുലൂരെന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിന്റെ പറകലുള്ളത്. കാര്യം ഇവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. ഇതെല്ലാം അയ്യപ്പൻ ഒന്നൊന്നായിട്ട് ഓരോ ദിവസമായിട്ട് ഇങ്ങനെ മാധ്യമങ്ങളുടെ ശ്രദ്ധയും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിവാക്കി തരികയാണ്. ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പാരടിഗാനം എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു തരത്തിൽ പോയ സംഭവം അത് വേറൊരു തരത്തിലാണ് വരുന്നത്. അയ്യപ്പന്റെ ആ ഒരു ശക്തിയാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. കാര്യം ഇന്നത്തെ ഈ വിഗ്രഹക്കൊള്ള എന്ന് പറയുന്ന 4 വിഗ്രഹങ്ങൾ ഇതുപോലെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുള്ള തെളിവുണ്ട് അദ്ദേഹത്തിനുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഉറപ്പായിട്ടും ഒന്നുകിൽ ഈ പറഞ്ഞ അഷ്ടദിക്പാലകർ കൊടിമരത്തിലുണ്ടായിരുന്ന 2017 അവിടുന്ന് മാറ്റപ്പെട്ട അഷ്ടദിക്പാലകർ അല്ലെ സമാനമായ രീതിയിൽ മറ്റേതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്ന സാധനങ്ങൾ. പക്ഷെ ഇതിന്റെ എല്ലാം സെല്ലർ എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഇയാളെ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ, ഇയാളെ ഇവിടെ കയറ്റിയിരിക്കുന്നത് തന്നെ ഇതുപോലത്തെ മോഷണം പ്ലാൻ ചെയ്തിട്ട് അത് നടക്കാനായിട്ടാണ്. കാര്യം ഇത്രയും ഉന്നതമായ ഇതുള്ള ആള് ഇവിടെ വന്നിട്ട് ഒരു വ്യാജ കഴകത്തിന്റെ താഴെയുള്ള ഒരു കീഴ്ക്കഴകമായിട്ടാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത്. കാര്യം ഈ കീഴ്ക്കഴകത്തിന് തന്ത്രിയോ അല്ലെങ്കിൽ മേൽശാന്തിയോ ക്ഷേത്രത്തിലോട്ട് കയറുമ്പോൾ ഒരുമിച്ച് കയറാൻ പോലുള്ള അധികാരമില്ല. അത്തരത്തിലുള്ളൊരു താഴ്ന്ന ജോലിയിൽ സത്യം പറഞ്ഞാൽ ഈ ചാരന്മാരൊക്കെ വേറെ പല പണിക്കാരായിട്ടൊക്കെ ഓരോ സ്ഥലങ്ങളിലെ പോലീസുകാരൊക്കെ പോയി കയറുമെന്ന് പറയുന്ന പോലത്തെ രീതിയിലാണ് അജിത് ഡോവലിന്റെ ഒക്കെ കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ മറ്റു പല ജോലി പാകിസ്ഥാനിലൊക്കെ പോയി ചാരപ്പണി ചെയ്തെന്നുള്ള രീതിയിൽ അതുപോലത്തെ സമാനമായ രീതിയിൽ ഇയാൾ ഈ പോറ്റിയുടെ വേഷം ധരിച്ച് ശബരിമലയെ കയറ്റിയതാണ്. ആ കയറ്റിയിരിക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ പറയിലുള്ള മൊത്തത്തിലുള്ള കൊള്ളയുടെയും കാര്യം. അതിന്റെ ഒരു യഥാർത്ഥ തെളിവ് തന്നെയാണ്. പിന്നെ മാലയുടെ കേസ് പറയുന്നത് മാലയും സമാനമായ രീതിയിലാണ്. മാല പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് മാത്രമാണ് മാലയുടെ കാര്യം അവര് നമ്മളെ വാജിവാഹനത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് മാലയുടെയും കാര്യം. താങ്കൾ അന്ന് സംശയിച്ചതുപോലെ ഇതിൽ നേരിട്ട് രാഷ്ട്രീയ ബന്ധത്തിനും അപ്പുറത്തേക്കുള്ള ഒരു ബന്ധം ഇതിലുണ്ട്. ഇപ്പൊ മാളികപ്പുറത്തെ ഒരു മേൽശാന്തിയുടെ സഹായിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 10 പവൻ സ്വർണ്ണമാല കൊടുക്കണമെങ്കിൽ അത് രജിസ്റ്ററിൽ എഴുതാതെ 2 വർഷം സൂക്ഷിക്കണമെങ്കിൽ പിന്നീട് 2 വർഷം കഴിഞ്ഞത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം സ്വാധീനം ഈ പറയുന്ന മേൽശാന്തിയുടെ സഹായിക്ക്, മാളികപ്പുറത്തെ മേൽശാന്തിയുടെ സഹായിക്ക് പോലും ഉണ്ട് എന്നുള്ളതാണ്. തിരിച്ചു വരുമ്പോൾ വാജിവാഹനത്തിന്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ അഷ്ടദിക്പാലകരുടെ കാര്യമാണെങ്കിലും അവിടെയും നമുക്ക് ന്യായമായും രാഷ്ട്രീയ നേതൃത്വത്തിനും അപ്പുറത്തേക്ക് നീളുന്ന ഒരു സംശയമുണ്ടെന്നാണോ മഹേഷ് പണിക്കർ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും ഈ മേൽശാന്തിയുടെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മാളികപ്പുറത്തെ മേൽശാന്തി എല്ലാ വർഷവും മാറുന്നതാണ്. 2 വർഷം ഒരിക്കലും ഒരു മേൽശാന്തിയുടെ പരികർമ്മയെ അവിടെ തുടരാൻ പറ്റില്ല. അവർ കറക്റ്റ് മാറുന്നതാണ്. അപ്പം ഈ മാറിപ്പോയ ആൾ പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുത്തു ഈ മാല, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ മറ്റൊരാളെ മാറിയപ്പോഴത്തേക്ക് ഇങ്ങനെ കണക്ക് പുസ്തകം ഇന്നാ ഞാൻ താക്കോല് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇന്നാ ദേവിയെ നാളെ മുതൽ ഇദ്ദേഹം പൂജിച്ചോ, കൂടെ ഈ 10 പവന്റെ മാല ദേവസ്വം ബോർഡിന്റെ കണക്കിലുള്ള ഉരുപ്പടികളല്ലാതെ ഇത് ഏൽപ്പിച്ചു. അപ്പം അതിനകത്ത് തന്നെ വ്യക്തമല്ലേ കാര്യം. ഒരിക്കലും ഈ 2 വർഷം അവർക്ക് ഹോൾഡ് ചെയ്യാൻ 1 വർഷമാണെങ്കിൽ ഓക്കെ, ആ മേൽശാന്തി തന്നെ ചിലപ്പം എന്തെങ്കിലും കാരണങ്ങൾ തിരക്ക് കാരണം രേഖപ്പെടുത്താൻ പറ്റിയില്ല, 2 ദിവസമോ 3 ദിവസമോ അല്ലെ 1 മാസമോ കഴിഞ്ഞ് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. പക്ഷേ ഈ 2 വർഷത്തെ കാലാവധി കഴിഞ്ഞിട്ട് ഇത് രേഖപ്പെടുത്തിയെങ്കിൽ തീർച്ചയായിട്ടും ഇത് അതിന്റെ മേളിലുള്ള ആൾക്കാരുടെ ഓപ്പറേഷൻസ് തന്നെയാണ്. പിന്നെ എന്തോ കൊണ്ട് ഇതുപോലൊരു മെയിൽ വരികയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം വരികയോ ചെയ്തപ്പോഴത്തേക്ക് അവരത് തിരികെ, അതല്ലാതെ ചിലപ്പോൾ വേറെ ആയിരിക്കും കൊടുത്തേ, ചിലപ്പോൾ ഈ കൊടുത്ത സാധനം ആയിരിക്കത്തില്ല, അതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കട്ടതാണ്. കാര്യം അതും ചിലപ്പോൾ ഇതുപോലത്തെ മുക്കുമണ്ടമായിരിക്കും ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. ഈ 10 കൊടുത്തു എന്ന് പറയുന്ന സാധനം നമുക്ക് പറയാൻ പറ്റത്തില്ല, ചെമ്പായിരിക്കും, പൂശിയതായിരിക്കും, ഇവൻ മറ്റേതിൽ ഉണ്ടാക്കിയ സാധനമായിരിക്കും അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് പരിശോധിക്കണം, ഇപ്പോൾ ഉള്ള സാധനങ്ങളും പരിശോധിക്കണം. ഈ 10 പവൻ ഇപ്പോൾ 10 ലക്ഷം രൂപ വിലയുണ്ട്. അപ്പം ഇതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അയ്യപ്പൻ അതിന്റെ പൂർണ്ണമായ ശക്തിയിൽ ഇതിന്റെ പിറകെ തന്നെ ഉണ്ട്. ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കണ്ടൊരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറുവാണ് അയാളുടെ പേര്. അങ്ങനെയാണ് ഇത്ര വലിയ വലിയ ആൾക്കാരിലേക്ക് ഇയാൾ എത്തപ്പെടുന്നത്. കാര്യം അത് നമ്മുടെ ദേവസ്വം ബോർഡ് അധികാരികളും പ്രയാറിനെ പോലെയുള്ളവരൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ MP-മാരൊക്കെയാണ് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ ഒരു കൊള്ളക്കാരനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ? അപ്പൊ ഇവരെ ഇറക്കിയിട്ട് ഇവർ ബാക്കിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുകയാണ്. നീയാണ് ശബരിമലയുടെ ഏറ്റവും ഉന്നതനായ അധികാരി, അല്ലെ പൂജാവിധികളൊക്കെ നിശ്ചയിക്കുന്ന ആള്, നീ ചെയ്തോളൂ. അത് മനസ്സിലാക്കേണ്ടത് ഈ തായ്ത്തൊക്കെ കെട്ടുന്ന അല്ലെങ്കിൽ കാപ്പ് കെട്ടുന്ന സംഭവമൊക്കെ അത്ര അയ്യപ്പ പൂജയിലെ നമ്മൾ ശബരിമല വരുന്ന നമ്മൾ അയ്യപ്പ ഭക്തരെ, തമിഴ്നാട്ടുകാരെ അല്ലെങ്കിൽ നമ്മുടെ ആഴി പൂജയൊക്കെ ഉള്ള ആൾക്കാരെ കണ്ടാൽ അറിയാം, അവർ അയ്യപ്പ പൂജയുടെ തലേദിവസമാണ് കാപ്പ് കെട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പൂജ കഴിഞ്ഞ് അഴിക്കുകയാണ്. അപ്പം അതുപോലത്തെ ഒരു വീടുകളിലൊക്കെ അയ്യപ്പ പൂജ എന്ന് നടത്താൻ കപ്പാസിറ്റി ഉള്ള അങ്ങനെയുള്ള ഒരാളായിട്ട് ഇയാളെ വളർത്തിയതിന്റെ പിന്നിൽ പ്രബലരായ ആൾക്കാരുണ്ട്. അവരൊക്കെ പുറത്തേക്ക് വരികയാണ്. ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഈ ഒരു തെളിവും അതിന്റെ യഥാർത്ഥത്തിലുള്ള രീതിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു പണിക്കർ. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. നമ്മൾ ഇനി ഇതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വീക്ഷണകോൺ കൂടി നോക്കുന്നു. നമുക്കൊപ്പം അനിൽകുമാറുണ്ട്, ഒപ്പം റിജിൽ മാക്കുറ്റിയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. പ്രതിപക്ഷ നേതാവ് ഇന്ന് SIT-യുടെ അന്വേഷണത്തെ വീണ്ടും സംശയിച്ചിരിക്കുന്നു. 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SIT ഉദ്യോഗസ്ഥരുടെ മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് ആരോപണം.
പേര് വെളിപ്പെടുത്തും എന്നുകൂടി പറയുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ. അതൊന്ന്. രണ്ട്, മറുഭാഗത്ത് വി ശിവൻകുട്ടി ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിനോടും ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അനിൽകുമാറിലേക്ക് പോകുന്നു. അനിൽകുമാർ, ഇന്ന് പ്രതിപക്ഷ നേതാവ് വളരെ സീരിയസ് ആയ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് SITയുടെ മേൽ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണം ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നുവെന്നാണ്. കോടതിയുടെ നിരീക്ഷണം നമ്മൾ വായിച്ചതാണ്. ഡിസംബർ 5-ാം തീയതിക്ക് ശേഷം ഈ SITയുടെ കാര്യത്തിൽ ഒരു ആലസ്യം ബാധിച്ചിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ സംശയിച്ചതാണ്. പത്മകുമാറിന്റെ അധ്യക്ഷനായ ദേവസ്വം ബോർഡിലെ 2 അംഗങ്ങൾ ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതിൽ കോടതി തന്നെ പരിഭവം പ്രകടിപ്പിച്ചതാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറയുന്നു ഈ SITയിൽ വിശ്വാസക്കുറവ് വരാനുള്ള കാരണം സമ്മർദ്ദത്തിനടിപ്പെടുന്നു എന്നാണ്. CBI ആണെങ്കിൽ ഈ അന്വേഷണം ഏറ്റെടുക്കാനും തയ്യാറാണ്. എന്തിനീ പഴി കേൾക്കണം? CBI വരട്ടെ, അന്വേഷിക്കട്ടെ എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ സർക്കാരിന് വിട്ടുകൊടുത്തൂടെ? അല്ല, ഒന്നാമത് ഒരു പഴിയില്ല എന്ന് മാത്രമല്ല, വസ്തുതകൾ കൂടുതൽ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ശ്രീ മഹേഷ് പണിക്കർ വെളിപ്പെടുത്തിയ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശബരിമല ഇരിക്കുന്ന സ്ഥലത്തെ MLA അടൂർ പ്രകാശ്, ശബരിമല ഇരിക്കുന്ന സ്ഥലത്തെ MP ആന്റോ ആന്റണി, 2 കോൺഗ്രസ് നേതാക്കന്മാർ, ശബരിമല അംബാസഡർമാരായി ഗോവർദ്ധനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും, 2 പെരുങ്കള്ളന്മാരെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയി ശബരിമലയുടെ ഭാഗമായ അയ്യപ്പ പൂജ അവിടെ നടത്തി എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുവഴി UDF കൺവീനർ അടക്കമുള്ളവർ കോൺഗ്രസ് പാർട്ടിയെ കബളിപ്പിച്ചു, സോണിയാഗാന്ധിയെ കബളിപ്പിച്ചു. പോറ്റിയെ ശബരിമലയെ മാത്രമല്ല കയറ്റിയത്, ഗോവർദ്ധനെ ശബരിമലയെ മാത്രമല്ല കയറ്റിയത്, സോണിയാഗാന്ധിയുടെ അടുക്കള വരെ കയറ്റി അവിടെ പൂജ നടത്തിച്ചു എന്ന വസ്തുത വെളിപ്പെടുത്തുമ്പോൾ ഇത് ഞങ്ങളെന്തിനാണ് തലകുനിക്കുന്നത്? പോറ്റിയെ കയറ്റി എന്ന പാട്ട് മുസ്ലിം ലീഗ് എഴുതിയപ്പോൾ അത് കൃത്യമായി ഇപ്പോൾ ആരാണ് കയറ്റിയതെന്ന കാര്യം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. അവിടെ വെറുതെ അത് മുസ്ലിം ലീഗ് നേതാവല്ല. ഞാൻ അതിനകത്ത് ക്ലാരിഫൈ ചെയ്തു. അങ്ങ് ഉദ്ദേശിച്ചത് കുഞ്ഞബ്ദുള്ളയാണെങ്കിൽ അദ്ദേഹം ഖത്തറിലെ കോൺഗ്രസിന്റെ സംഘടനയുടെ ഒരു ഭാരവാഹിയാണ്. മുസ്ലിം ലീഗ് ആണെന്നാണ് ഞാനും ധരിച്ചത്. മുസ്ലിം ലീഗ് അല്ല. ഞാൻ തിരുത്തുന്നു. അങ്ങേക്ക് തുടരാം. അതെ, അല്ല തിരുത്ത് തുടരണ്ട, ഒരു തിരുത്തൂടെ നടത്തിയത്. ഇത് ആദ്യമായി വിഷയം അവതരിപ്പിച്ചത് മുസ്ലിം ലീഗിന്റെ തിരൂരിലെ കൺവെൻഷനിലാണ്. ഈ പാട്ട് എഴുതി അവിടെ കിടന്നിരുന്നു. ആ പാട്ട് ഔദ്യോഗികമായി പണം മുടക്കി റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ചത് മുസ്ലിം ലീഗാണ്. അത്രയും സമ്മതിക്കുമല്ലോ. KMCC അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നത് ഞാൻ കണ്ടു. അത്രയും ഞാൻ കണ്ടു. വിദേശത്ത് വെച്ച് KMCCയുടെ വെല്ലുവിളി ഉണ്ടായിരുന്നു. KMCC ലീഗിൻ്റെതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ അതവിടെ നിൽക്കട്ടെ. പോറ്റിയെ കയറ്റിയെന്ന് പാട്ടുപാടി ഞങ്ങളെ കുത്തുമ്പോൾ പോറ്റിയെ ആരാണ് കയറ്റിയതെന്ന് വെളിപ്പെടുത്തപ്പെട്ടു. അതിവിടെ മാത്രമല്ല, സോണിയാഗാന്ധിയുടെ അടുത്തും. ആ ഗോവർദ്ധൻ എന്ന് പറയുന്ന കള്ളനെ രക്ഷിക്കാനാണ് പ്രതിപക്ഷ നേതാവും VD സതീശനും ഇറങ്ങിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന കള്ളനെ രക്ഷിക്കാനാണ് ഇവർ 2 പേരും ഇറങ്ങിയിരിക്കുന്നതാണ് എൻ്റെ ഒന്നാമത്തെ വാദം. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നു, 2 2ആയിട്ട് അന്വേഷിക്കട്ടെ. ഇപ്പം ഇന്ന് വന്ന പുതിയ കാര്യം എന്താണ്? പഞ്ചലോക വിഗ്രഹം, ഇല്ലേ വാജീവാഹനം, ശബരിമല തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കപ്പെടുന്ന ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് രമേശ് ചെന്നിത്തലയോ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ അവിടെ പരിശോധിക്കട്ടെ. പക്ഷെ പ്രശ്നം എന്താണ്? ഞാൻ എൻ്റെ ലീഗൽ സൈഡാണ് പറയുന്നത്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ, ആ ശില്പങ്ങൾ പോറ്റിയുടെ കൈവശം കൊടുത്തു വിട്ടു എന്ന് പറയുന്നതാണ് 2019 തെറ്റ്. ആ തെറ്റ് തടയുന്നതിൽ ഇടതുപക്ഷത്തിൻ്റെ ദേവസ്വം ബോർഡിന് വീഴ്ചയുണ്ടായി. ആ വീഴ്ചയുടെ ഭാഗമായി അതിന് നയിച്ചവർ ജയിലിൽ കിടക്കുകയാണ്. ബാക്കി കാര്യം നിയമപരമായി തീരുമാനിച്ച് വരേണ്ട കാര്യങ്ങളാണ്. 2, അങ്ങനെ കൊണ്ടുപോയ സാധനം അതിലെ ശില്പങ്ങളിലെ സ്വർണം ഊറ്റിയ സ്വർണം പോറ്റി ഗോവർദ്ധന് കൊടുത്തു, പണമുണ്ടാക്കി. ഗോവർദ്ധൻ തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ സമ്മതിച്ചു, ഈ സ്വർണം ഞാൻ വാങ്ങി, എനിക്ക് കുറ്റബോധമുണ്ട്, ഞാൻ ദേവസ്വം ബോർഡിന് ഇത്ര പൈസ കൊടുത്തു, മാല കൊടുത്തു. അതിനർത്ഥം എന്താണ്? കള്ളനെ പിടിച്ചു. ദ്വാരപാലക ശില്പങ്ങളിലെ കള്ളനെ പിടിച്ചു. ദ്വാരപാലക ശില്പങ്ങളിലെ കള്ളനെ പിടിച്ചതിനെക്കുറിച്ച് രമേശ് ചെന്നിത്തല ഇന്ന് വാദിക്കുന്നത് എന്താണ്? ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്നെടുത്ത സ്വർണം അന്ന് കട്ടെടുത്ത ദ്വാരപാലക ശില്പത്തിലെ സ്വർണമാണോ? അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എന്താ പ്രതിപക്ഷ നേതാവിൻ്റെ തർക്കം? ദ്വാരപാലക ശില്പങ്ങൾ ഈ പോറ്റ് കൊണ്ടുപോയി ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം വേർതിരിച്ചിട്ടില്ല. അത് ഗോവർദ്ധന് സ്വർണം കിട്ടിയിട്ടില്ല.
പിന്നെന്താ ചെയ്തിരിക്കുന്നത്? ഇത് കടകംപള്ളി സുരേന്ദ്രൻ ഒരു കോടീശ്വരന് വിറ്റു, അത് അന്താരാഷ്ട്ര ബന്ധമുള്ളയാളാണ്, അതൊരു വ്യവസായി ഇപ്പോൾ വെളിപ്പെടുത്തി, അത് മണി എന്ന് പറഞ്ഞ് പറ്റ ആളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? പഞ്ചലോക വിഗ്രഹമാണോ ശില്പമാണോ തർക്കം? അതാണ് കോൺഗ്രസ് വ്യക്തമാക്കേണ്ടത്. ദ്വാരപാലക ശില്പം, കട്ടിളപ്പടി, വാതിൽ, ഈ 3 കാര്യമാണെങ്കിൽ പോറ്റിയും ഗോവർദ്ധനും കള്ളന്മാരാണ്. ആ കേസ് SIT ഫലപ്രദമായി അന്വേഷിച്ചല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഗോവർദ്ധൻ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്, പോറ്റി ജയിലിൽ കിടക്കുന്നത്. അതിൻ്റെ ഭാഗമായി തൊണ്ടി മുതൽ പോലും പിടിച്ചിരിക്കുന്നു. തൊണ്ടി മുതൽ പിടിച്ചതിനെ രമേശ് ചെന്നിത്തല ചോദ്യം ചെയ്യുന്നത് ഈ കേസ് അട്ടിമറിക്കാനല്ലേ? അല്ലാതെ തൊണ്ടി മുതലാണെന്ന് സ്ഥാപിക്കാൻ പറ്റും. ഇതുമായി ബന്ധമില്ലാത്ത ദ്വാരപാലക ശില്പപാളിയിൽ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണമല്ല അത് എന്നുള്ളതാണ് പുറത്തു വന്നിരിക്കുന്നത്. അല്ല, അതെ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ട കാര്യം? ഇന്ന് തന്നെ ഗോവർദ്ധനെ ആ ജയിലിന്റെ വാതിൽ തുറന്ന് പുറത്തു വിടാനല്ലേ ചെന്നിത്തല പറയുന്നത്? അല്ല, ചെന്നിത്തല അങ്ങനെ ഞങ്ങളുടെ പറഞ്ഞിട്ടില്ല. പോറ്റി കള്ളം പോറ്റിയല്ല. സോണിയാഗാന്ധിക്ക് അയ്യപ്പന്റെ പൂജ നടത്തി. പിന്നെന്താ പറഞ്ഞു? ഞാൻ കേട്ടതാ. ഐ ചലഞ്ച് ചെയ്യൂ. ഞാൻ കേട്ടതാണ്. ഞാൻ ആധികാരികമായിട്ട് പറയുന്നു. ആ സ്വർണം ഞാൻ കേട്ടതാണ്. ഞാൻ ഓൺ റെക്കോർഡാണ് പറയുന്നത്. ആ സ്വർണം അവിടുന്ന് കവർന്ന സ്വർണമാണെന്നുള്ളതിന് തെളിവെന്താണ്? ഇതാണ് ഗോവർദ്ധന്റെ വാദം. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിലെ വാദം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ വാഴ്ത്തുപാട്ടായിരിക്കുന്നു. എന്തുകൊണ്ട്? ഇത് കൂട്ടിക്കുഴയ്ക്കരുത്. ഒന്ന്, ഞാൻ പറയുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം ഗോവർദ്ധനും പോറ്റിയും ഊറ്റിയെന്ന SIT. ചെന്നിത്തല എന്താ പറയണത്? സതീശൻ എന്താ പറയണത്? ഇത് അന്താരാഷ്ട്ര വിപണിയിൽ വിറ്റു. ഈ പരസ്പര വൈരുദ്ധ്യം എന്തിനാണ്? SITയെ വെല്ലുവിളിക്കുന്നത്, ചെന്നിത്തലയും സതീശനും SITയെ വെല്ലുവിളിക്കുന്നത് ശബരിമല കേസ് അട്ടിമറിക്കാനും പോറ്റിയെയും ഗോവർദ്ധനെയും രക്ഷിക്കാനുമാണ്. അതിന് ഞാൻ വേറൊരു തെളിവെന്ന് ഞാൻ പുറത്തുവിട്ടിട്ടുണ്ട്. എന്താ പുറത്തുവിട്ടിരിക്കുന്നത്? ഈ ആരോപണം ഉന്നയിക്കാൻ VD സതീശനോടൊപ്പം ഒരു വ്യക്തി നിൽക്കുന്ന ചിത്രം എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തു. അത് ഗോവർദ്ധനല്ല. ആ ചിത്രം ആരുടേതാണ്? സതീശൻ്റെ കൂടെ ഒരാളുണ്ട്. ഇനിയും സതീശൻ വെല്ലുവിളിച്ചാൽ കൂടുതൽ ചിത്രം ഞാൻ പുറത്തുവിടാം. ഇവർ ഗൂഢാലോചന നടത്തേണ്ട ചിത്രം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. എനിക്കിത് മനസ്സിലായില്ല. ആരുടെ ചിത്രമാണ്? അത് സതീശൻ പറയട്ടെ. സതീശന്റെ കൂടെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി അവിടെ ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുന്ന ഒരാളുടെ ചിത്രത്തിലാണ് അങ്ങ് വരച്ചിരിക്കുന്നത്. അല്ലല്ല, അവിടെ എങ്ങനെയാണ് VD സതീശന്റെ കൂടെ സന്നിധാനത്ത് എത്രയോ പേര് വരുന്നു. അല്ലല്ല, രണ്ട് ഭാഗം ഞാനൊന്ന് വിശദീകരിക്കാം. ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ ഏറ്റവും അടിയിലാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് VD സതീശന്റെ കൂടെ ഒരു വ്യക്തി നിൽക്കുന്ന ചിത്രമുള്ളത്. ആ ചിത്രം വട്ടത്തിലിട്ടിട്ടുണ്ട്. ആ വ്യക്തിയെ അതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 2 ഫോട്ടോ കൂടി ഇട്ടിട്ടുണ്ട്. ഒരു ഫോട്ടോ എന്താണ്? അവിടെ ബാലകൃഷ്ണനും അറിയുമെങ്കിൽ ഞാൻ പറയട്ടെ ആ വ്യക്തി ആരാണെന്ന്. ഞാനൊന്ന് പറയട്ടെ, അങ്ങയോട് പറയട്ടെ. എൻ്റെ പോയിന്റ് ഇതാണ്. ശബരിമലയെക്കുറിച്ച് സതീശൻ പത്രസമ്മേളനം നടത്തുമ്പോൾ കൂടെ നിൽക്കുന്ന വ്യക്തി പ്രയാർ ഗോപാലകൃഷ്ണന്റെ കൂടെ, അജയ് തറയിലിന്റെ കൂടെ, പോറ്റിയുടെ കൂടെ കൊടിമര പൂജ നടക്കുമ്പോൾ ശബരിമലയിലുണ്ട്. ശബരിമലയിൽ പോറ്റിക്കൊപ്പം നിൽക്കുകയും ശബരിമലയിൽ പോറ്റിക്കൊപ്പം സന്തത സഹചാരിയായി നിന്ന് തൊഴുകയും ചെയ്യുന്ന വ്യക്തി ഇവിടെ ഇറങ്ങി വന്ന് സതീശന്റെ കൂടെ നിന്ന് SIT ആക്രമിക്കുന്നത് പോറ്റിയെ സഹായിക്കാനാണ് എന്ന വാദത്തിന്റെ തെളിവാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. ബഹുമാനപ്പെട്ട VD സതീശൻ നിഷേധിക്കേണ്ടത് ആ വ്യക്തി ആരാണ്? ആ വ്യക്തി 2014 ഈ പറയുന്ന കൊടിമര പൂജ നടക്കുമ്പോൾ പോറ്റിക്കൊപ്പം ശബരിമലയിലുണ്ടോ? പോറ്റിക്കൊപ്പം ശബരിമലയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ വെച്ച് ഇപ്പോൾ സതീശൻ പത്രസമ്മേളനം നടത്തുന്നത് പോറ്റിക്ക് വേണ്ടിയാണെന്നാണ് എൻ്റെ വാദം. അത് ശബരിമലയ്ക്ക് വേണ്ടിയല്ല, അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയല്ല, പോറ്റിക്ക് വേണ്ടിയുള്ള നാവായിട്ട് VD സതീശൻ മാറി പോറ്റിയുടെ നാവായിട്ട് മാറിയിരിക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. ഇതുകൊണ്ടാണ് ഇത് കോടീശ്വരന് വിറ്റു എന്ന വാദം. പോറ്റിയൊന്നും ചെയ്തിട്ടില്ല, ഗോവർദ്ധൻ സ്വർണം എടുത്തിട്ടില്ല, ഇത് വിറ്റതാണ്. ചെന്നിത്തലയുടെ വാദം എന്താണ്? ആ സ്വർണം ഈ സ്വർണമല്ല. ഞാൻ ആ ബൈറ്റ് നോക്കുകയായിരുന്നു. ആ സ്വർണം ഈ സ്വർണം തന്നെയാണോ? ജുവലറിയിലുള്ളത് ആ സ്വർണം തന്നെയാണോ എന്നതിന് എന്താണ് ഉറപ്പ്? ആ ഉറപ്പ് നമുക്കുമില്ല. അനിൽകുമാർ, അങ്ങനെ ഒരു സംശയം സ്വാഭാവികമല്ലേ? അയാളെ തൊണ്ടി മുതൽ എവിടെ കൊണ്ടുപോയി ഗോവർദ്ധൻ? അത് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമല്ലേ? അതല്ലേ രമേശ് ചെന്നിത്തല പറയുന്നത്? ഒരു വാക്ക്
SIT എന്ന് പറയുന്നവർ അന്വേഷിച്ച് ഗോവർദ്ധൻ്റെ കടയിൽ നിന്ന് സ്വർണം പിടിച്ചു. അത്ര സമ്മതിച്ചല്ലോ. ഗോവർദ്ധൻ ജാമ്യാപേക്ഷയാണ് സമ്മതിച്ചിരിക്കുന്നത്. ഗോവർദ്ധൻ്റെ ജാമ്യാപേക്ഷ മതിയപ്പാ. എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഈ സ്വർണം ഊറ്റിയെടുത്തു, അതെ, ഞാൻ വാങ്ങിച്ചു, തൊണ്ടി മുതൽ വാങ്ങിച്ചു. ആ സ്വർണം ഈ സ്വർണമാണോ അല്ലയോ എന്നുള്ള തർക്കത്തിന് അവസാനമായി. ഇല്ല, അവസാനമായിട്ടില്ല. ആ സ്വർണം താൻ വാങ്ങി, പക്ഷേ ആ സ്വർണം ഇപ്പോൾ എവിടെ? അത് മറ്റേതെങ്കിലും വ്യവസായിക്ക് വിറ്റോ? അത് മറ്റേതെങ്കിലും ആളുകൾക്ക് വിറ്റ് കൂടുതൽ ലാഭം ഉണ്ടാക്കിയോ? നോക്കൂ, ഗോവർദ്ധൻ തിരികെ കൊടുത്തിരിക്കുന്നത് ഈ സ്വർണമല്ല. ഗോവർദ്ധൻ കൊടുത്തത് പ്രായശ്ചിത്തം കൊണ്ടുള്ള 10 പവനാണ്. ഇനി രണ്ടാമത് പിടിച്ചെടുത്തിരിക്കുന്നത് SIT. അതേ ബെയിൽ ആപ്ലിക്കേഷൻ പറയുന്നുണ്ട്. SIT ഭീഷണിപ്പെടുത്തി അതിന് തത്തുല്യമായ സ്വർണം തന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു എന്നുള്ളതാണ് ജാമ്യത്തിൽ പറയുന്നത്. അപ്പൊ യഥാർത്ഥ സ്വർണം എവിടെ? ഓക്കെ, എന്റെ വാദം തിരിച്ചെന്ന് ഞാൻ പറഞ്ഞു നോക്കാം. ഒന്നാമത്തെ വാദം, സ്വർണമാണോ അന്താരാഷ്ട്ര വിപണിയിൽ കൊടുത്തത്, വിഗ്രഹമാണോ കൊടുത്തത്? രണ്ടും രണ്ടാണ്. സ്വർണവും കൊടുത്തു, വിഗ്രഹവും കൊടുത്തു. സ്വർണം വിറ്റെന്ന് ഇനി കൊടുക്കാൻ അയ്യപ്പം മാത്രമേ ബാക്കിയുള്ളൂ. രണ്ടും. അപ്പൊ പറയട്ടെ, രണ്ടുമില്ല. ഒരു കാര്യം, നമ്മൾ ചർച്ച പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വർത്താനം പറയരുത്. നമ്മളൊരു വിഷയം നിയമപരമായിട്ടാണ് പറയുന്നത്. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം വിറ്റതാണോ? അന്താരാഷ്ട്ര വിപണിയിലേക്ക് തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ പറയട്ടെ അനിൽകുമാർ, നമ്മൾ അധിക നേരം സംസാരിച്ചു. എനിക്ക് റിജിലേക്ക് പോകണം. അങ്ങ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലല്ല, ആരോപണങ്ങൾക്ക് മറുപടി പറയട്ടെ. എന്റെ സംശയം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഘട്ടത്തിലും ന്യായീകരിച്ചിട്ടില്ല. മനസ്സിലാക്കി തരാം. ഒന്ന്, ഒരു SIT സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ. പിടിച്ചെടുത്ത സ്വർണം ആ സ്വർണം തന്നെയാണോ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? SITക്ക്. അത് SITക്കാണ്. അതെവിടെയാണ് തെളിയിക്കേണ്ടത്? കോടതിയിലാണ്. അതെ, അത് കോടതിയിലല്ലേ തെളിയിക്കേണ്ടത്. അതവർ തെളിയിച്ചോളും. ഇപ്പൊ എന്തിനാ ചെന്നിത്തല ആ സ്വർണത്തിന് വേണ്ടി ഗോവർദ്ധന്റെ വാദമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? അത് കോടതി തെളിയിക്കട്ടെ. ചെന്നിത്തലയോട് ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. കോടതിയിൽ അവർ ചെയ്യട്ടെ, പോലീസുകാരല്ലേ ചെയ്യുന്നത്. അത് ചെയ്യാനുള്ള സാവകാശം കൊടുത്ത് ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചു, പത്മകുമാർ ജയിലിൽ കിടന്നാലും ഞങ്ങൾ SITക്കൊപ്പം. ഞങ്ങളുടെ പാർട്ടി സഖാവായ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുമ്പോൾ അത് കുറ്റമാണ്. ആ കുറ്റത്തിന്റെ ഭാഗമായി ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ SITക്കൊപ്പം എന്ന് പാർട്ടി വ്യക്തമാക്കി. അതേസമയം SITക്കൊപ്പം. അതാണ് എൻ്റെ വാദം. 2, കൂട്ടിക്കുഴയ്ക്കരുത്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗോവർദ്ധന്റെ വാദം എന്താണ്? ഗോവർദ്ധന്റെ വാദം, സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം ഊറ്റി. ആ ഊറ്റിയ സ്വർണം ഞാൻ വാങ്ങിച്ചു. അത് വാങ്ങിച്ചു എന്ന് പറഞ്ഞതോടുകൂടി മോഷണം തെളിയിക്കപ്പെട്ടു. മോഷണം തെളിയിക്കപ്പെട്ട ഗോവർദ്ധൻ പ്രതിയാണ്. ബാക്കി ഞാൻ തീർക്കാൻ പറഞ്ഞില്ലല്ലോ. ശരി, അത് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഇപ്പൊ കണ്ടെടുത്ത് അല്ലല്ല രമേശ് ചെന്നിത്തല പറയുന്നതല്ല, ഇത് ഉരുക്കിയിട്ടില്ല. അങ്ങനെയൊന്നുമായിട്ട് തന്നെ വിദേശ വിപണി കൊടുത്തിരിക്കുകയാണ്. അല്ല, അതും സംശയിക്കാം. അന്വേഷണത്തിലൂടെ വരട്ടെ. നമ്മുടെ മുന്നിൽ കോടതി വിധി വന്നിട്ടില്ല. ഇതൊക്കെ SITയുടെ പരിഗണനയിലിരിക്കുന്നതാണ്. ശരി, ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. അങ്ങ് ഉന്നയിച്ച വളരെ ഗൗരവമേറിയ ഒരു വിഷയമുണ്ട്. എനിക്കൊന്ന് റിജിൽ മാക്കോറ്റിയുടെ പ്രതികരണം തേടി വരാം. ഒരു നിമിഷം. അത് ഞാൻ രണ്ടാം ഘട്ടത്തിലേ വരും. ഇനി രണ്ടാം ഘട്ടത്തിൽ അങ്ങേക്കേറെ സമയം ഞാൻ നൽകി. ഇല്ല, ഇത് അടുത്ത രണ്ടാം ഘട്ടത്തിലാണ് ആ ചോദ്യം. ഞാൻ റിജിൽ മാക്കോറ്റിയിലേക്ക് പോയി വരുന്നു. റിജിൽ മാക്കോറ്റി, ഇവിടെ അനിൽകുമാർ വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ പറയുന്നു. അതിൽ VD സതീശനോടൊപ്പം നിൽക്കുന്നയാൾ, പിന്നീട് പത്രസമ്മേളനത്തിൽ കണ്ടയാൾ, പ്രയാൽ ഗോപാലകൃഷ്ണനൊപ്പം നിൽക്കുന്നയാൾ, ഉണ്ണികൃഷ്ണൻ പൊറ്റിയോടൊപ്പം നിൽക്കുന്നയാളെല്ലാം ഒരാളാണ്. അയാളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. റിജിൽ മാക്കോറ്റിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ റിജിൽ മാക്കോറ്റി പറയൂ. അതല്ലെങ്കിൽ ഇന്ന് ശിവൻകുട്ടി കൂടി പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശില്പി പണിക്കർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ജൻപഥിലേക്ക് വരെ കയറ്റാൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി കയറ്റാൻ രാഷ്ട്രീയ സ്വാധീനം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എവിടെ നിന്ന് കിട്ടി എന്നൊരു ചോദ്യവും വളരെ പ്രസക്തമാണ്. ഇപ്പോൾ പഞ്ചലോഹ വിഗ്രഹത്തിലേക്ക് വരുമ്പോൾ ആ ഉന്നതൻ ആര് എന്ന ചോദ്യത്തിന് ചുറ്റുമാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇനിയും ഈ സ്വർണ്ണക്കൊള്ള വിവാദം രാഷ്ട്രീയ വിവാദമായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഈ ട്വിസ്റ്റിൽ കോൺഗ്രസിന് എന്തെങ്കിലും തരത്തിലുള്ള തിരിച്ചടി താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ റിജിൽ? ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഗോവർദ്ധനെയോ സംരക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ടോ? ഡോക്ടർ അനിൽകുമാർ, ഈ അനിൽകുമാർ പറയുന്നത് തന്നെ പച്ചക്കളവാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ ന്യായീകരിച്ച് എന്താണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് എന്നും നമുക്കറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ ആരാണ് എന്ന് പറയാൻ
അങ്ങനെ തൻ്റെ ഇടമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ വെളിപ്പെടുത്ത്. ഞങ്ങൾക്കൊരു ഭയവുമില്ല. ഈ പറയുന്ന കേസ് 2013-16 ഘട്ടത്തിൽ അവിടെ മേൽശാന്തിൻ്റെ കൂടെ കീഴ്ശാന്തിയായി വന്ന ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ് ഞങ്ങൾക്കറിയുന്ന കാര്യം. ആ ആൾ എങ്ങനെയാണ് ഇത്തരത്തിൽ, പ്രത്യേകിച്ച് 2025 വരെ 2 ടേം ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ഇവരുടെ ദേവസ്വം മന്ത്രിമാരുടെ കീഴിൽ, ദേവസ്വം വകുപ്പിൻ്റെ കീഴിൽ ഇയാൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഇയാളെ ഉപയോഗിച്ചത്? പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വർണം പൂശാനോ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണം പൂശാനോ ഏതെങ്കിലും കാര്യത്തിൽ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ? അന്വേഷിക്കേണ്ടത് SIT എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലേ? ആ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ടോ? ആ ഘട്ടം മുതൽ അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ആ ഘട്ടത്തിലൊന്നും അന്വേഷണം നടത്തിയിട്ടില്ല. ഇത് കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രം, ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഈ കേസ് ഇതുവരെ എത്തിയത്. ഹലോ, കേൾക്കുന്നില്ലേ പറയുന്നത്? ഹലോ ഡോക്ടർ അരുൺ, ഞാൻ പറഞ്ഞത് കോടതി ഇടപെട്ടത് കൊണ്ടാണ് മാത്രമാണ് ഈ കേസ് പുറത്തു വന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് അട്ടിമറിക്കാൻ, പ്രത്യേകിച്ച് ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരാരാണ്? CPM-ന്റെ മുൻ MLA, സംസ്ഥാന കമ്മിറ്റി അംഗമായ ആളാണ്. CPM-ന്റെ ഏറ്റവും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന്റെ വിശ്വസ്തനായ വാസുവാണ്. അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഡീൽ ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നു. സോണിയാഗാന്ധിന്റെ കയ്യിൽ കൂടെ ഫോട്ടോ എടുത്തു. ഇതാ ഫോട്ടോ നിൽക്കുന്ന പിണറായി വിജയന്റെ കൂടെ. ഇതാ ഇന്നത്തെ അവിടുത്തെ ADGP-യുടെ ശ്രീജിത്തിന് അദ്ദേഹം ഷാൾ ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കടകംപള്ളിയായി ഇതാ നന്നായി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാം പ്രതി പിണറായി വിജയനാവണ്ടേ? സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഇയാൾ ദേവസ്വത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ശബരിമല ആളുമായി ബന്ധപ്പെട്ട് എങ്ങനെയോ എത്തി എന്നതിനപ്പുറത്തേക്ക് സോണിയാഗാന്ധിയാണോ ഇത് നിയന്ത്രിച്ചതെന്നാണോ എന്നുള്ളതല്ലോ അവിടെ. ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞതുപോലെ ശബരിമല നിൽക്കുന്ന സ്ഥലത്തെ MLA ആയ അടൂർ പ്രകാശ്, ശബരിമല നിൽക്കുന്ന സ്ഥലത്തെ MP ആയ ആന്റോ ആന്റണി, ഇവരുടെ സാന്നിധ്യത്തിലല്ലേ സോണിയാഗാന്ധിയെ കണ്ടിരിക്കുന്നത്? ഒരു തവണ സോണിയാഗാന്ധിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന ചിത്രമുണ്ട്. അന്ന് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇട്ടിരിക്കുന്ന വസ്ത്രം ഒന്ന്. എന്നാൽ രണ്ടാമത് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ചരട് കെട്ടാൻ പോകുന്നുണ്ട്. അന്നും ഈ ആന്റോ ആന്റണിയുടെ സാന്നിധ്യം അവിടെയുണ്ട്. അന്നും ഇവർ രണ്ടുപേരും ധരിച്ചിരിക്കുന്ന വസ്ത്രം രണ്ട്. എന്ന് പറഞ്ഞാൽ 2 സാഹചര്യങ്ങളിൽ ജന്മദിലെത്തി. ചുരുങ്ങിയത് 2 തവണ സോണിയാഗാന്ധിയെ കാണാൻ ജൻപഥിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിട്ടുണ്ട്. അത് രാഷ്ട്രീയ സ്വാധീനമില്ലാതെ നടക്കില്ലല്ലോ. Z കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉള്ള വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള സോണിയാഗാന്ധിയെ കാണാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെയാണ് കഴിയുക? ആ സുരക്ഷാ മാനദണ്ഡങ്ങൾ മറികടന്ന് കേവലം ഒരു മേൽശാന്തിയുടെ കീഴ്ഘടകത്തിലുള്ള ഒരു കീഴ്ശാന്തി. ആ ചിത്രത്തിൽ ഗോവർദ്ധനുമുണ്ട്. എന്റെ ചോദ്യം ഇതാണ്. അതെ, ഈ പറയുന്ന ഗോവർദ്ധനും ഈ പറയുന്ന പോറ്റിയും അവിടെ എത്തിയതിന് ശേഷം സോണിയാഗാന്ധിക്ക് ആ പറയുന്ന സ്ഥലത്ത് പോയി ചരട് കെട്ടിക്കൊടുത്തതിന് ശേഷമാണോ സ്വർണ്ണക്കൊള്ള നടന്നത്? ഏത് ഘട്ടത്തിലാണ് സ്വർണ്ണക്കൊള്ള നടന്നത്? 2013-ൽ 2016 ശേഷം 2019 തൊട്ട് ഇങ്ങോട്ടാണ് ഈ നമ്മുടെ കൊറോണ കാലത്തും അതോടൊപ്പം സ്ത്രീപ്രവേശനം നടക്കുന്ന സമയത്തും ഉൾപ്പെടെയുള്ള ഘട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ നടന്നത് എന്നുള്ളതാണ് വസ്തുത. അന്ന് സോണിയാഗാന്ധിയും അതോടൊപ്പം ആളുകളാണോ ഇയാളെ അവിടെ എത്തിച്ചത്? അല്ലല്ലോ. അതിന് നേതൃത്വം കൊടുത്തത് CPM-ന്റെ നേതൃത്വം ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡല്ലേ. അത് നേതൃത്വം കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം മാറ്റുന്നതിന് വേണ്ടി, രേഖ തിരുത്തുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തത് വാസുവല്ലേ. അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ ചെയ്തത് ഈ പറയുന്ന പത്മകുമാറല്ലേ. അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയുമായി ഏറെ ബന്ധപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ആളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാ മറന്നുപോയോ? ഞങ്ങളാരും സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തില്ല. ഇതൊക്കെ സ്വർണം കട്ടത് മുഴുവൻ ഇവരാണ്. ഇപ്പൊ പഞ്ചലോഹം വിഗ്രഹം പോലും അവിടെ നിന്നും അടിച്ചു മാറ്റി എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് എന്ത് അയ്യപ്പനാണ്? നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, പിരാന്തൻ നായിക്ക് എന്ത് കുമാരൻ മാഷ്. സഖാക്കൾക്ക് CPM-കാർക്ക് എന്ത് അയ്യപ്പനോട് വിശ്വാസം ഉണ്ടെങ്കിൽ അവിടുത്തെ ആചാര ലംഘനത്തെ കൂട്ടുനിൽക്കോ? അവിടെയുള്ള സ്വർണ്ണപ്പാടി അടിച്ചു മാറ്റാൻ നേതൃത്വം കൊടുക്കോ? അവിടെയുള്ള മറ്റ് കൊടിമരം ഉൾപ്പെടെയുള്ള കട്ടിൽ ഉൾപ്പെടെയുള്ള സ്വർണം അടിച്ചു മാറ്റാൻ നേതൃത്വം കൊടുക്കോ? നേതൃത്വം കൊടുത്തതാര? ഇവരല്ലേ. ഈ പറയുന്ന ദേവസ്വം ബോർഡിനും അതോടൊപ്പം മന്ത്രി ഉൾപ്പെടെ, അന്നത്തെ മന്ത്രിയും ഇന്നത്തെ മന്ത്രിയും, ആ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിനകത്ത് കൃത്യമായ പങ്കുള്ളത് കൊണ്ടാണ് കിടക്കുന്ന ജയിലിൽ CPM-ന്റെ നേതാക്കന്മാരാ. ഞങ്ങൾ ആരും കിടന്നിട്ടില്ല, ഞങ്ങൾക്കാർക്കും പങ്കില്ല. ഇപ്പൊ SIT ഉപയോഗിച്ചുകൊണ്ട് ഈ അന്വേഷണം അട്ടിമറിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം പോകുമെന്ന് കൃത്യമായ ബോധ്യമുണ്ട്, കോടതിക്ക് ബോധ്യമുണ്ട്. അപ്പൊ ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്തില്ല. ശങ്കർദാസിന്റെ ബന്ധപ്പെട്ട ആളുകൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരിക്കുന്നുണ്ട്. ഹരിശങ്കർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ശങ്കർദാസുമായി ബന്ധം എന്താണെന്ന് നമുക്കറിയാം.
അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അട്ടിമറിക്കാനുള്ള സർവ്വശ്രമവും മുഖ്യമന്ത്രിയുടെ ഓഫീസും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ചേർന്ന് നടത്തുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അത് കോടതിക്കും ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ അന്വേഷണം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ ഈ കേസ് മറ്റ് ഏജൻസി അന്വേഷിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രം നിൽക്കുന്നല്ല, അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിനകത്തേക്ക് ശബരിമലയിലെ സ്വർണം പോലും അല്ലെങ്കിൽ പഞ്ചവിഗ്രഹം പോലും കടത്തിയിട്ടുണ്ടോ എന്ന് അവിടെ കിടക്കുന്ന അയ്യപ്പന്റെ വിഗ്രഹം പോലും ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് സംശയിക്കപ്പെടുന്ന രൂപത്തിലേക്ക് ഇവർ കട്ടിട്ടുണ്ട്, അടിച്ചു മാറ്റിയിട്ടുണ്ട്. തെളിവുണ്ടായിട്ട് നാണവും മാനവും ഉളുപ്പുമില്ലാതെ ഇവിടെ ന്യായികരി അനിൽകുമാറിനെ പോലെ ആ തൊലിക്കട്ടി കേരളത്തിൽ ജനങ്ങൾ പിച്ച് ചെയ്യുന്ന ഒരു കാര്യം കൂടി അനിൽകുമാറെ പറയാ, ഈ പാട്ടാണ് പക്ഷെ കക്കുന്നത് പ്രശ്നമല്ല, കട്ടതിന് കള്ളൻ എന്ന് വിളിച്ചാണ് പ്രശ്നം. അവിടെ മുസ്ലിം ലീഗുകാരൻ ആര് പാട്ടെഴുതിയ എന്താ ഷാഫി പറമ്പിൽ വടകര മത്സരിപ്പ് കാഫിറാക്കി നിങ്ങൾ പാട്ടെഴുതിയാടെ മതം നോക്കി വർഗീയത വരുത്തി നാട്ടിനകത്ത് അന്തചിത്രം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഈ നാണം കെട്ട സഖാക്കന്മാർ ഈ നാടിന് ആപത്താണ്. ഈ കള്ളന്മാർ നാട്ടിൽ കലാപുണ്ടാക്കണം. ഒരു കാരണവശാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ സസ്പെൻസ് നിലനിൽക്കുമോ? സൂപ്പർ ടിസ്റ്റോ സ്വർണ്ണക്കൊള്ളയിൽ നിന്നുള്ളതാണ് ചോദ്യം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPM പ്രതിനിധി, കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി, നിരീക്ഷകൻ രാജഗോപാൽ, ശില്പി മഹേഷ് പണിക്കർ എന്നിവരാണ് നമുക്കൊപ്പം ചർച്ചയിൽ. ഇനി നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. എല്ലാ അതിഥികളിലേക്ക് നമുക്ക് 2 റൗണ്ടുകൾ കൂടി പോകണം. റിജിൽ മാക്കുറ്റി, സ്പെസിഫിക് ആയ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പെരുംകള്ളനാണെന്നും തട്ടിപ്പുകാരനുമാണെന്നും നിങ്ങൾ തന്നെ വിശ്വസിക്കുന്നു, നിങ്ങൾ തന്നെ കരുതുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജൻപഥിലേക്ക് എങ്ങനെ, ഏതു സ്വാധീനത്തിന്റെ പുറത്തെത്തിച്ചു? താങ്കൾക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? നമ്പർ 1. നമ്പർ 2, ഏതു കാലയളവിലാണ് സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി കാണുന്നത്? അത് 2019 മുമ്പാണോ 2019 ശേഷമാണോ? അതായത് സ്വർണ്ണക്കൊള്ള നടക്കുന്നതിന് മുൻപാണോ സ്വർണ്ണക്കൊള്ള നടക്കുന്നതിന് ശേഷമാണോ? ഈ 2 ചോദ്യങ്ങൾക്കും താങ്കൾക്ക് സ്പെസിഫിക് ആയ ഉത്തരങ്ങളുണ്ടോ? ബാക്കി അങ്ങ് പറഞ്ഞതെല്ലാം കേട്ടു, അതിന് അനിൽ മറുപടി നൽകട്ടെ. ഡോക്ടർ അനിൽകുമാർ, ഈ പറയുന്ന ശബരിമലയെ ബന്ധപ്പെട്ട കീഴ്ശാന്തിയായി അവിടെ സ്വാധീനം ഉറപ്പിച്ചിട്ടുള്ള ഈ പറയുന്ന കള്ളനായ പോറ്റി അവിടെ എങ്ങനെ എത്തി എന്നതിനെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടന്നോട്ടെ. ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. ആരാണ് ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളക്ക് ശേഷമാണോ സ്വർണ്ണക്കൊള്ളക്ക് മുമ്പാണോ അവിടെ പോയത്, സോണിയാഗാന്ധിൻ്റെ മുന്നിലേക്ക് പോയത്, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പറയുന്ന ആൾക്ക് ആ രൂപത്തിലേക്ക്, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ അടുത്തേക്കും അതോടൊപ്പം തന്നെ കടകംപള്ളിയുടെ അടുത്തേക്കൊക്കെ വളരെ കൃത്യമായി പോകാനും സ്വാധീനം ഉറപ്പിക്കാനും കരുത്തുള്ള ഒരാൾ സോണിയാഗാന്ധിൻ്റെ വീട്ടിലേക്ക് പോയി എന്നത് മാത്രമാണ് കുറ്റമെന്ന് പറയുന്നത്. അതിൻ്റെ അകത്തെ രാഷ്ട്രീയ ലാക്കിനെ കുറിച്ച് നിങ്ങളറിയാം. അത് ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഏത് രൂപത്തിൽ ആര് കൊണ്ടുപോയി എന്നതിനെ കുറിച്ച് അന്വേഷിച്ചോട്ടെ, SIT അന്വേഷിച്ചോട്ടെ, അല്ലെങ്കിൽ പ്രത്യേക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മനസ്സിലായി. ഞാൻ സ്പെസിഫിക് ആയി ചോദിച്ചാണ്. 2ാം റൗണ്ടിലേക്ക് വരാം. അനിൽ, അതാണ് മറുപടി. SIT അന്വേഷിക്കട്ടെ. SITക്ക് അന്വേഷിക്കാമല്ലോ. എന്തിന് സോണിയാഗാന്ധിയെ കണ്ടു, ആരാണ് സോണിയാഗാന്ധി അവിടെ കൊണ്ടുപോയത്? 2019 മുൻപാണെങ്കിൽ ആണെങ്കിൽ പോലും അന്വേഷിക്കാം. ഇയാളുടെ രാഷ്ട്രീയ സ്വാധീനം ഇതുവരെ SIT അത് അന്വേഷിച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്ക് വിശ്വാസമുള്ള SIT? അല്ല ഡോക്ടർ, ആ ഇപ്പോഴത്തെ SIT അല്ലെങ്കിൽ പുതിയ SIT വെച്ചോട്ടെ. ഞാൻ പറയട്ടെ, ഒന്ന് രാഷ്ട്രീയം, മറ്റൊന്ന് നിയമം. എന്താ നിയമം? നിയമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഈ ശില്പപാളികളിലെ സ്വർണം ഭണ്ഡാരി വേർതിരിച്ച് പോറ്റി അത് കൈമാറി എന്നുള്ളത് ഇപ്പോൾ സമ്മതിക്കപ്പെട്ടിരിക്കുന്നു. അതോടുകൂടി കടകംപള്ളി സുരേന്ദ്രൻ ശില്പപാളികൾ കോടീശ്വരന് വിറ്റു എന്ന സതീശൻ പറഞ്ഞത് നുണയാണെന്ന് SIT തെളിയിച്ചിരിക്കുന്നു. ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഒറ്റ പോയിന്റ്, ഒരു നിമിഷം. റിജിൽ മാക്കുറ്റി, ഇതാണ് ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട ഒരു നിമിഷം. റിജിൽ മാക്കുറ്റിക്ക് ഇതിനകത്ത് വിയോജിപ്പുണ്ടോ? ഇതുവരെയും 8 തവണ സിറ്റിംഗ് നടത്തിയിട്ടും പ്രതിപക്ഷ നേതാവ് ഈ കടകംപള്ളി സുരേന്ദ്രന് ഈ വ്യവസായി അറിയാം എന്ന് പറഞ്ഞതിന് ഒരു തെളിവും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. ആർക്കാണ് പോറ്റി ഈ ദ്വാരപാലക ശില്പപാളികൾ വിറ്റത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്ന് പറഞ്ഞതിൻ്റെ ഒരു തെളിവും ഇതുവരെയും ഹാജരാക്കിയിട്ടില്ല. റിജിൽ മാക്കുറ്റിക്കെങ്കിലും അറിയൂ, ഇത് ശരിക്കും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണോ? അങ്ങനെയാണെങ്കിൽ SITയുടെ കടകംപള്ളി സുരേന്ദ്രൻ അതല്ല ഞാൻ പറയട്ടെ. കടകംപള്ളി സുരേന്ദ്രൻ ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രൻ തമ്മിൽ നല്ല ബന്ധമുണ്ട്.
അതെ വാസുവിന് കൊടുക്കുമ്പോൾ സ്വാഭാവിക ഉണ്ണികൃഷ്ണൻ പോറ്റി അയാൾ തള്ളി പറഞ്ഞിട്ടുണ്ടോ? കടകംപള്ളി സുരേന്ദ്രൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ? ഇല്ലല്ലോ, പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ മറ്റുമായി ബന്ധപ്പെട്ട വിഷയം തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ വിഷയത്തിനകത്ത് തള്ളി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കുന്ന ചിത്രമാണല്ലോ ഞാൻ കാണിച്ചത്. വ്യാജ ഗോവിന്ദൻ മാഷ് ശബരിമലയിൽ പിന്നെ ഇത് നടത്തിയപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അല്ലല്ലോ ഈ ചിത്രം. വളരെ അടുത്ത് വളരെ സൗഹാർദ്ദത്തോടു കൂടി ഇരുന്ന് ചർച്ച നടത്തുന്ന ഫോട്ടോ ആണ് ഇത് വന്നിട്ടുള്ളത്. ഇത് ഫോട്ടോ അല്ലല്ലോ. അപ്പൊ അത്രയേറെ ബന്ധമുള്ള ഒരാള് ഇത്രയും സംസാരിക്കണമെങ്കിൽ അന്താരാഷ്ട്ര മേഖലയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ ഈ നേതൃത്വം കൊടുക്കുമ്പോൾ ഈ മന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ അന്വേഷണം SIT ഉന്നതരിലേക്ക് പോകുന്നില്ല എന്ന് ഹൈക്കോടതി പോലും നിരീക്ഷിച്ചത്. SITയുടെ അന്വേഷണം മന്ദീഭവിക്കുന്നു എന്ന് പറയുമ്പോൾ കടകംപള്ളിയിലേക്ക് പോകാനുള്ള പാലത്തിന് ആരോ പാലത്തിന് കുറുകെ ആരോ നിൽക്കുന്നു, എന്തോ തകർക്കാൻ ശ്രമിക്കുന്ന രണ്ട് IPS ഉദ്യോഗസ്ഥരെ കുറിച്ചാണ് ഇന്ന് പ്രതിപക്ഷ VD സതീശൻ പറഞ്ഞത്. അങ്ങനെ IPS ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തി SITയുടെ നീക്കങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമമുണ്ടോ? ആദ്യം ഒരു കാര്യം നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുന്നത് എന്താണ്? ഗോവർദ്ധൻ കള്ളനല്ല, ഗോവർദ്ധൻ കട്ട സ്വർണം വാങ്ങിച്ചവനല്ല. അയാൾ സമ്മതിച്ചു കഴിഞ്ഞു, ഇത് അരിച്ചെടുത്തു, ഈ സ്വർണം ഞാൻ വാങ്ങിച്ചു ശില്പപാളിയിൽ. അങ്ങനെ ഗോവർദ്ധൻ കള്ളം ചെയ്ത് സമ്മതിച്ച് സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്, അയ്യോ ഗോവർദ്ധൻ പറയുന്ന പോലെ അയാൾ കള്ളനല്ല കേട്ടോ, അയാളൊരു സാധനം വാങ്ങിച്ചിട്ടില്ല, അത് കടകംപള്ളി ശില്പപാളിയായിട്ട് ഭണ്ഡാരം എടുത്ത് അരിച്ചെടുക്കാതെ വിറ്റതാണ്. അപ്പോൾ കള്ളനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് കള്ളം പറയാന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്താണ്? രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം ഇത്രയേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഒക്കെ ഞങ്ങളെ വേട്ടയാടിയത് ഞങ്ങൾ കള്ളന്മാരാണ്. ഞാൻ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല, എൻ്റെ പാർട്ടി കട്ടിട്ടില്ല. നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ കള്ളന്മാരാണ്. നിങ്ങൾ എന്ത് ന്യായീകരിക്കുന്നത്? നിങ്ങളുടെ ആളല്ലേ ജയിലിൽ കിടക്കുന്നത്, CPM നേതാക്കന്മാരെ ജയിലിൽ കിടക്കുന്നത്, ഉൾപ്പെടെ എന്നിട്ട് പറയും നിങ്ങൾ കള്ളന്മാരാണ്. ആ കട്ടതിന്റെ മുതൽ പറ്റുപറ്റിയ സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ. നിങ്ങൾ കള്ളന്മാരാണ്. ശബരിമലയിലെ സ്വർണം കട്ട കാട്ടുകള്ളന്മാർ CPM-കാരാണ്. നിങ്ങൾ ന്യായീകരിക്കണ്ട. ഒരു നിമിഷം റിജിൽ, അനിൽ പറഞ്ഞു തീർക്കട്ടെ. അനിൽ അങ്ങേക്ക് പറഞ്ഞു റിജിൽ ദയവ് ചെയ്ത് അങ്ങനെ ഇടപെടരുത്. അനിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പാടിക്കൊണ്ടേയിരിക്കും. അയ്യപ്പന്റെ സ്വർണം കട്ടത് സഖാക്കളാണ്. ശിവൻകുട്ടി കുറച്ച് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട് റിജിൽ ബാക്കുറ്റി. അതിനുകൂടി മറുപടി പറയേണ്ടി വരും ആ പാട്ട് പാടുന്ന ഘട്ടത്തിൽ. ഒരു നിമിഷം റിജിൽ, അനിൽകുമാർ തുടരാം. 30 സെക്കൻഡ്സ്. എനിക്ക് മറ്റതിഥികളിലേക്ക് കൂടി ഒരു ഇടവേളയും കൂടി വേണം. ഈ ചർച്ചയിൽ ഒരാൾ അല്ലല്ല അത് ഇതാദ്യം തീർപ്പാക്കിട്ട് പോകും. ഒരു ചർച്ചയിൽ ഒരാളൊരു വാദം പറയുമ്പോൾ ഇങ്ങനെ എതിർഭാഗത്തുള്ള ആൾ പറയാൻ തുടങ്ങിയാൽ ചർച്ചയാവില്ല. അങ്ങനെയുള്ളവരുമായിട്ട് ചർച്ച നടത്താൻ ഞങ്ങളെ വിളിക്കരുത്. ഞങ്ങൾ സ്വർണം കട്ടവരല്ല. ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് വിശുദ്ധമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ശബരിമലയിൽ 2019 ഒരു സംഭവം ഉണ്ടായി. എന്താ ഇതിൻ്റെ പൊളിറ്റിക്സ് എന്താണ്? ആരാണ് ശബരിമലയിൽ പോറ്റിയെ കയറ്റിയതെന്ന ചോദ്യം. അപ്പോഴാണ് ഞങ്ങളുടെ തെളിവ് പ്രയാർ ഗോപാലകൃഷ്ണൻ, ആന്റണി, അതുപോലെ തന്നെ അടൂർ പ്രകാശ് UDF കൺവീനർ. ഇവരെ 2014 മുതൽ പോറ്റിയെ ശബരിമലയുടെ അംബാസിഡറായിട്ട് ശബരിമല മാത്രമല്ല സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ട് കയറ്റി. 2014 പിന്നെ ഭരിച്ചത് നിങ്ങളല്ലേ? ഒരു മര്യാദയല്ല. ഞാൻ ചർച്ചയ്ക്കില്ല. അനിൽ പറയുന്നത് കേട്ടു. അതിൽ ഏറെ സമയം നമ്മൾ അനുവദിച്ചതാണ്. എനിക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ രണ്ടുപേരും ഓവർലാപ്പ് ചെയ്ത് സംസാരിച്ചാൽ എനിക്ക് ഒരാളെ നിശബ്ദനാക്കേണ്ടി വരും. ഞാൻ റിജിലിന്റെ ഊഴത്തിലേക്ക് വരാം. റിജിലിന്റെ ഊഴത്തിലേക്ക് വരാം. പ്ലീസ് റിജിൽ, അങ്ങയുടെ ശബ്ദം ഞാനായിട്ട് മ്യൂട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അങ്ങയുടെ ഊഴത്തിൽ അങ്ങേക്ക് സംസാരിക്കാനുള്ള സമയം നൽകാം. ഐ അഷ്യൂർ യു. അനിൽ 30 സെക്കൻഡ്സ്. ഇതൊക്കെ കട്ട് ചെയ്ത് വീഡിയോ ആക്കാനുള്ള തന്ത്രമാണ്. ആ തന്ത്രത്തിന് ഞങ്ങൾ CPM-ന് ഇല്ല. ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളെ അപമാനിക്കുകയും ആക്രമിക്കുകയും എടാപോടാ വിളിക്കുകയും ചെയ്യുന്ന ഒരു പാനലിസ്റ്റിനോടൊപ്പം CPM-ന് ചർച്ചയിൽ വരാൻ താല്പര്യമില്ല. ഞങ്ങൾക്ക് അത്തരക്കാരുടെ ഔദാര്യം വേണ്ട. കാരണം ഞങ്ങൾ അന്തസ്സായിട്ട് പറയുകയാണ്, സോണിയാഗാന്ധിയുടെ വീട്ടിലെ ഈ കള്ളന്മാരെ കൊണ്ട് കയറ്റിയ കള്ളന്മാരുണ്ടല്ലോ, UDF കൺവീനർ അടൂർ പ്രകാശ്, ആന്റണി,
പ്രയാർ ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ല, ഞാൻ വിട്ടു. ഈ 2 കള്ളന്മാരെ ചാനലിൽ കൊണ്ടുവരാമോ? ഞാൻ ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നു അരുൺകുമാറിനെ. ഈ 2 അടൂർ പ്രകാശിനോടും ആന്റണിയോടും ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാ. ആനെ പേടിയില്ല, ആനപ്പിണ്ടത്തെ പേടിക്കരുത് കേട്ടോ. അടൂർ പ്രകാശോ ആന്റോ ആന്റണിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനൽ തയ്യാറാണ് ആ ചർച്ച. ആനെ പേടിയില്ല, ആനപ്പിണ്ടത്തെ പേടിക്കരുത്. ശരി ശരി, ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം വെല്ലുവിളിക്കുന്നു അടൂർ പ്രകാശിനെയും അതുപോലെ തന്നെ ആന്റോ ആന്റണിയെയും ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നു. ശരി ശരി, ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നു. കൊണ്ടുവാ. ടി കെ രാജഗോപാൽ, ശ്രീ ടി കെ രാജഗോപാൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ട ആളുകളുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നയാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത് വ്യക്തമാവുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഭരിച്ചിരുന്നത് ഇടത് സർക്കാരാണ്. ആ സമയത്ത് ഇടത് സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായിരുന്നു പത്മകുമാർ, ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്നു വാസു. ഇവർ രണ്ടുപേരും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു. പക്ഷേ ഈ ചർച്ചകൾ ഇപ്പോൾ സോണിയാഗാന്ധിയിലേക്കും ആന്റോ ആന്റണിയിലേക്കും അടൂർ പ്രകാശിലേക്കും തിരിച്ചുവിടുന്നതിന് എന്തെങ്കിലും യുക്തിയുള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതല്ല, ഇദ്ദേഹത്തിന് എല്ലാ കക്ഷികളിൽ നിന്നും വേണ്ട വിധത്തിലുള്ള രാഷ്ട്രീയ സഹായവും സ്വാധീനവും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഈ അന്വേഷണത്തിൽ പ്രസക്തമായ കാര്യമാണോ? പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം കൈമാറിയത്, 2020 അതിന് പണം കൈപ്പറ്റിയത്, ആ പണം കൈപ്പറ്റിയ ഉന്നതൻ ശബരിമലയുമായി ബന്ധമുള്ളയാൾ, ആ ഉന്നതനെ ആരും ഒരു രാഷ്ട്രീയ നേതാവും തുറന്നു കാട്ടുന്നില്ല എന്നുള്ളതും വളരെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മാഫിയ സംഘത്തിന് ഏതു രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരാണെങ്കിലും അവരുടെയൊക്കെ പൂർണ്ണ പരിലാളനയും സഹായവും ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് ടി കെ രാജഗോപാൽ? തീർച്ചയായിട്ടും അത് ബുദ്ധിയുള്ള കള്ളന്മാരുടെ ലക്ഷണമാണ് അരുണെ. ഡോക്ടർ അരുണ അത് തന്നെയാണ്. ബുദ്ധിയുള്ള കള്ളന്മാരെങ്ങനെയാണ് കേരളത്തിൽ ഭരിക്കുന്ന UDF ആണെങ്കിലും ശരി, LDF ആണെങ്കിലും ശരി, അതല്ലെങ്കിൽ BJP ആണെങ്കിലും അവർക്കെല്ലാം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതൊക്കെ അവരുടെ ഒരു ഇതിന്റെ ഭാഗമാണ്. നമുക്കൊക്കെ ഇപ്പോൾ ഉള്ള സംശയം അതല്ല. നമുക്കിപ്പോൾ ശബരിമല, ഞാൻ ആദ്യം സൂചിപ്പിച്ച ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പഞ്ചലോക വിഗ്രഹമാണ്, അയ്യപ്പസ്വാമിയുടെ വിഗ്രഹമാണ്. അതിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതാണ് നമ്മുടെ ആശങ്ക. അതിനങ്ങനെ ആശങ്ക ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പസ്വാമിയുടെ കയ്യെ തൊട്ടിട്ടുണ്ട്. നേരത്തെ അയ്യപ്പസ്വാമിയുടെ കയ്യിൽ തൊട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടന്ന രുദ്രാക്ഷമാല, ആ കയ്യിലുണ്ടായിരുന്ന യോഗദണ്ഡ്, ഈ യോഗദണ്ഡിനും ഒക്കെ കുഴപ്പമുണ്ട്, രുദ്രാക്ഷമാലയ്ക്കൊക്കെ കുഴപ്പമുണ്ടെന്നൊക്കെ ആരോ പറഞ്ഞു കൊടുത്തു. അവിടെ ശ്രീകോവിലകത്ത് നിൽക്കുന്ന വിദഗ്ധന്മാരായിരിക്കും. അത്തരം വിദഗ്ധന്മാർ പറഞ്ഞു കൊടുത്തപ്പോൾ അത് പുറത്തെടുത്ത ശേഷം സന്നിധാനത്ത് വെച്ച് തന്നെ എന്റെ പണികളൊക്കെ നിർവഹിച്ചിട്ട് തിരിച്ചു വെച്ചെന്നാണ് പറയുന്നത്. അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും അദ്ദേഹത്തിന്റെ മകനും വന്ന ആരോപണത്തിന്റെ നിലയിൽ വന്നതാണല്ലോ. അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ കോവിഡ് കാലത്ത് ആരും അവിടെ ഇല്ല, സന്നിധാനത്തെങ്ങും ആരുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അതേപോലെ ഈ കരാറുകാര് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ചില ഭാരവാഹികൾ, അവരും അങ്ങനെയുള്ള ഭക്തജനങ്ങൾ ആരുമില്ല. സംസ്ഥാന സർക്കാരിന് പോലും വരുമാനമില്ലാത്തതിന്റെ പേരിൽ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് എടുത്തിട്ടാണ് ദേവസ്വം ബോർഡിൽ ശമ്പളം തന്നെ കൊടുത്തത്. അത്ര ബുദ്ധിമുട്ടിനുള്ളൊരു അവസരമാണത്. അങ്ങനെ ആ അവസരം ആളൊഴിഞ്ഞ സന്നിധാനം മുതലെടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചലോക വിഗ്രഹം അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ചെയ്ത് കാണും? ആറന്മുള സ്ട്രോങ് തുറന്നു കാണും എന്നാണ് എന്റെ ഒരു സംശയം. സ്പെഷ്യൽ കമ്മീഷൻ എന്ന താക്കോല് വാങ്ങിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. കാരണം പോറ്റി അതിന്റെയൊക്കെ മുകളിലാണ്. പത്മകുമാർ പറഞ്ഞതുപോലെ എന്റെയും വാസു സാറിന്റെയൊക്കെ മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്പെഷ്യൽ കമ്മീഷനോടെ താക്കോല് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് സ്ട്രോങ് റൂം തുറന്നു കാണും. ആറന്മുള സ്ട്രോങ് റൂമിൽ ഇരിക്കുന്ന എന്തെല്ലാമാണെന്ന് അരുൺകുമാർ അറിയാമല്ലോ. ശബരിമല അടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 1200 ക്ഷേത്രങ്ങളിലെ, അതിൽ പ്രത്യേകിച്ച് മഹാക്ഷേത്രങ്ങളിലെ എത്രയെത്ര വിഗ്രഹങ്ങൾ അതിനകത്ത് ഇരിപ്പുണ്ട്. പഞ്ചലോഹത്തിലും സ്വർണത്തിലും ഒക്കെയുള്ള ഒരുപാട് വിഗ്രഹങ്ങൾ അതിനകത്ത് ഇരിപ്പുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പോറ്റിക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മൾ താങ്ങുപീഠത്തിന്റെ വിഷയം വന്നപ്പോൾ തന്നെ പോറ്റി പറഞ്ഞത് കേട്ടില്ലേ? അവിടെ മറ്റൊരു താങ്ങുപീഠം ഇരിപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ മറ്റൊരു താങ്ങുപീഠമുണ്ട്. അപ്പൊ ഈ ആളൊഴിഞ്ഞ സമയങ്ങളിൽ ഈ സ്ഥലങ്ങളിലെല്ലാം മേഞ്ഞു നടക്കാൻ പറ്റി. അവിടെ എവിടെല്ലാം കയറി ഇറങ്ങി നടന്നിട്ട് ഇവിടെയൊക്കെ എന്തെല്ലാം ഉണ്ടെന്നുള്ളതൊക്കെ നിശ്ചയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പോറ്റിക്ക് അതിനെ രാഷ്ട്രീയ പാർട്ടിയുടെ തണലും തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും തണലിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് മുമ്പ് ഈ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വന്നുപോയത്. ഉണ്ടാകാതിരിക്കാൻ സാധ്യമല്ല. ഈ മഹേഷ് പണിക്കർ ഈ അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ CBI അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു. ഈ വ്യാപ്തി SIT-യിൽ ഒതുങ്ങില്ല എന്ന് നേരത്തെ രാജഗോപാലും പറഞ്ഞു കഴിഞ്ഞു. താങ്കൾക്കും അതേ അഭിപ്രായം തന്നെയാണോ? കാരണം ഇനി ഈ പഞ്ചലോഹ വിഗ്രഹങ്ങളിലേക്ക് അന്വേഷണം പോകണം, വലിയ സ്വാധീനശേഷിയുള്ളവരിലേക്ക് പോകണം. CBI അന്വേഷണം കൂടി നടന്നാൽ മാത്രമേ ഇതിൻ്റെ ഇപ്പോൾ ED അന്വേഷണം നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. സമാന്തരമായി തന്നെ അതല്ലെങ്കിൽ ഈ അന്വേഷണം പഞ്ചലോഹ വിഗ്രഹത്തിനെങ്കിലും അന്വേഷണം CBI ഏൽപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? നമ്മുടെ SIT അന്വേഷിച്ചാൽ അത് പുറത്തു വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
ഇതൊക്കെ അയ്യപ്പന്റെ തീരുമാനമായിട്ടാണ് ഞാൻ വിടുന്നത്. കാര്യം അയ്യപ്പനത് തീരുമാനിക്കും. ഈ പങ്കജ് ഭണ്ഡാരിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഗോവർദ്ധനും എല്ലാം ഈ പണി തുടങ്ങുന്നത് 2009-ലാണ്. 2009 ശബരിമലയിലെ മാളിയപ്പുറം ക്ഷേത്രം, നാഗരാജ ക്ഷേത്രം, ഗണപതി ക്ഷേത്രം കൂടാതെ നമ്മുടെ ഈ വിജയമല്യ ചെയ്ത 5 കലശക്കുടങ്ങൾ, ഏകദേശം 1200 ഗ്രാം സ്വർണ്ണമുള്ള കലശക്കുടങ്ങൾ അന്ന് പൂശിയതാണ്. അത് അന്ന് തുടങ്ങി പരിപാടി 2009, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നപ്പം 2009 മുതൽ തുടങ്ങിയ കൊള്ളയാണ്. അപ്പം അതിനകത്ത് നമ്മളിപ്പോൾ ഈ 2019 കേസ് മാത്രം വെച്ച് സംസാരിച്ചാൽ പോരാ. ഇതിന്റെ ബാക്കിലോട്ട് കുറേ ഉണ്ട്. ഇവരുടെ ഈ ടീമിന്റെ തന്നെ ഉണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു ചാരനായിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കാനുള്ള ഒരു സ്വാധീനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഇറക്കി വെച്ച ദൈവതുല്യന്റെ പിറകെയാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പൊ ഈ ദൈവതുല്യന്റെ പിറകെ CBI പോയാലേ പറ്റുമെങ്കിൽ അയ്യപ്പൻ CBI വിടും. ഇനി അല്ല SIT മതിയെങ്കിൽ അയ്യപ്പൻ SIT കൊണ്ട് തന്നെ എടുപ്പിക്കും. എന്തായാലും അയ്യപ്പൻ ഇത് ദൈവതുല്യന്റെ അടുത്തേക്ക് എത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. CBIയോ ഇനി അതിന്റെ പേരിൽ വല്ല റോയോ ഇനി അങ്ങനത്തെ മറ്റെന്തെങ്കിലും ഏജൻസി ഉണ്ട് അവരോ വരും. ഇപ്പൊ ED വന്നിട്ടുണ്ട്. കാര്യം ഇതിന്റെ വ്യാപ്തി അത്രമാത്രം ഗുരുതരമാണ്. ഇത് അയ്യപ്പ ചൈതന്യത്തിന്റെ ലോപം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യാപ്തിയാണ് ഇതിന്റെ. അപ്പം അത് ഇത്രമാത്രം വിശ്വാസികളുടെ നാൾക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പ ചൈതന്യത്തിന്റെ വിശ്വാസികളുടെ അവിടുത്തെ കുമിഞ്ഞുകൂടുന്ന ധനത്തിന്റെ ഒക്കെ ആ ഒരു വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതിന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഈ നിലപാടുകൾ എടുക്കുന്ന ഈ ദൈവതുല്യനിലേക്കുള്ള എത്തപ്പെടലിന് CBI ആണ് ആവശ്യമെങ്കിൽ അയ്യപ്പൻ CBI അവിടെ എത്തിക്കുമെന്ന് ഉറപ്പാണ്. ഒറ്റ ചോദ്യം ശ്രീ അനിൽകുമാർ, ഇനിയും പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്തു കളഞ്ഞിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ തുടങ്ങുകയാണ്. ജയിലിൽ കിടക്കുന്ന പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റിയിൽ തുടർന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പാർട്ടി അഭിമുഖീകരിച്ചാൽ ഈ പാട്ട് ഇനിയും ഇവർ പാടും. ആ പാട്ടിൻ്റെ പേരിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാത്തതിൻ്റെ പേരിൽ പഴിചേരും. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ ചർച്ചകളിൽ പോലും പത്മകുമാറിനെ പുറത്താക്കാഞ്ഞത് വലിയ തിരിച്ചടിയായി എന്നൊരു വിലയിരുത്തലുണ്ടായതായിട്ട് അറിയുന്നു. ഇനിയും സമയമായിട്ടില്ലേ എന്നതാണ് ചോദ്യം. ഞങ്ങളുടെ മുമ്പിൽ സമയത്തിൻ്റെ പ്രശ്നമല്ല. പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് ഒരാളുടെ പേരിൽ പാർട്ടി നടപടി എടുക്കണമെങ്കിൽ എന്താണ് അയാൾ ചെയ്ത കുറ്റം എന്നുള്ള വിവരം ഞങ്ങളുടെ മുമ്പിൽ വരണം. ഇപ്പോൾ SIT നടത്തിയ അന്വേഷണത്തെ പാർട്ടി പിന്തുണയ്ക്കുന്നു. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത നടപടി കേരള സർക്കാരിൻ്റെ പിന്തുണയുള്ള നടപടിയാണ്. പാർട്ടി അതിനെ പിന്തുണച്ചു. പാർട്ടി സംരക്ഷിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് പത്മകുമാർ ജയിലിൽ കിടക്കുന്നത്. അടുത്ത ഘട്ടം എന്താണ്? ആ അന്വേഷണത്തിൻ്റെ ഭാഗമായ കുറ്റപത്രം ലഭിക്കുമ്പോഴാണ് എന്താണ് കുറ്റം എന്നത് നമ്മുടെ മുമ്പിൽ വരിക. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിപരമായ നടപടി വരും എന്ന് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി കേസുകളിലും ഒരു വാക്കൂടെ അതേപോലെ കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്ന സമയത്ത് റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ ഇതേ SIT തന്നെയല്ലേ ഇയാൾ ചെയ്ത കുറ്റത്തെക്കുറിച്ച് പറയുന്നത്? അത് പാർട്ടിക്ക് ബോധ്യപ്പെട്ടില്ലേ? അതെ അതെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഭണ്ഡാരിയുടെ അല്ലെങ്കിൽ ഈ പോറ്റിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഗോവർദ്ധൻ്റെ മോഷണങ്ങളുണ്ടല്ലോ, സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസമാക്കിയ ഇവരുടെ ഈ കള്ളന്മാരുടെ മോഷണങ്ങൾ, ആ മോഷണത്തിൻ്റെ പങ്ക് ആരൊക്കെ പറ്റി, ഏതൊക്കെ ഉദ്യോഗസ്ഥരെ പറ്റി, സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചിട്ടില്ല. താമസിക്കാതെയാണ് പൂജ നടന്നത്. താമസിക്കാതെയാണ് പൂജ പൂജ നടത്തുന്നത്. താമസിക്കാതെയാണ് പൂജ നടത്തുന്നത്. താമസിച്ച് പൂജ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചതിന് എന്ത് രേഖയാണ് അങ്ങയുടെ കയ്യിലുള്ളത്? അങ്ങനെ ജൽപ്പത്തിൽ പോയി ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് താമസിക്കാൻ പറ്റും? SITയെ പിന്തുണക്കുക, എന്നിട്ട് ഇവിടെ പറയാം അത് ശരിയല്ല അനിൽകുമാർ. നമുക്ക് വസ്തുത അനുസരിച്ച് പറയാം. ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി താമസിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പത്മകുമാറിന്റെ വീട്ടിലാണ് താമസിച്ചത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാർ ചർച്ച അവസാനിപ്പിക്കും. ഒരു നിമിഷം ശ്രീ അനിൽകുമാർ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും ഒരു നേതാവിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ നേതാവിന്റെ പേര് പത്മകുമാർ എന്നാണ്. നിങ്ങളുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ്. പത്മകുമാറിന്റെ മൊഴിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് SIT രേഖപ്പെടുത്തിയിട്ടുണ്ട്. SIT റിമാൻഡ് റിപ്പോർട്ടിലും കസ്റ്റഡി അപേക്ഷയിലും ആ മൊഴിയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അനിൽകുമാറിനെ പോലെ നാവിന് എല്ലില്ലാതെ എന്ത് വൃത്തിയോട് പിടിച്ചു പറഞ്ഞാൽ ശരിയല്ല. സോണിയാഗാന്ധിയുടെ കട്ട് നിങ്ങളാണ്. തെളിവ് തരാം. ഒന്ന്,
പത്മകുമാർ ഇപ്പം ജയിലിൽ കിടക്കുകയാണ്. എൻ്റെ പോയിന്റ് അതല്ല. സോണിയാഗാന്ധി എന്ന് പറയുന്നത് ഇസഡ് സുരക്ഷയുള്ള വ്യക്തിയാണ്. എപ്പോഴാണ് ഈ കള്ളന്മാർ പോറ്റിയുടെ വീട്ടിലേക്ക് വന്നത്? ഈ കള്ളന്മാരെ എപ്പോഴാണ് പ്രയാർ ഗോപാലകൃഷ്ണനും ആന്റണിയും അതുപോലെ അടൂർ പ്രകാശും സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയത്? എപ്പോഴാണ് ആ കള്ളന്മാരുമായി ഈ നേതാക്കന്മാർ പുറത്തിറങ്ങിയെന്നുള്ള രേഖ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ ശബരിമല സ്വർണം സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയെന്നാണോ ഈ അനിൽകുമാർ പറയുന്നത്? സോണിയാഗാന്ധിയുടെ വീട്ടിലെ സന്ദർശന രജിസ്റ്റർ പുറത്തുവിടാൻ വെല്ലുവിളിക്കുന്നു. ശരി, സന്ദർശന രജിസ്റ്റർ പക്ഷേ താമസിച്ചു എന്നൊക്കെ പറഞ്ഞത് അവിടെ താമസമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പൂജ നടത്തി, താമസിച്ച് പൂജ നടത്തി, താമസിച്ച് പൂജ നടത്തി. അതെ അതെ, താമസിച്ച് പൂജ സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ച് പൂജ നടത്തിയതിന് തെളിവ് ഇവിടെ കയ്യിലൊരു ചരട് കെട്ടി കൊടുക്കുന്നതും കയ്യിലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതും അല്ലാതെ സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ട്. സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ട്. പുറത്തുവിട്, കോൺഗ്രസ് പുറത്തുവിട്. അതിന്റെ രേഖ ഇത് താങ്കൾക്കറിയാം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ താങ്കൾക്കറിയാത്ത കാര്യം ശരിയല്ലാന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നമ്മുടെ മുന്നിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചാൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ സംസാരിച്ചതിന് തെളിവിൽ താമസിച്ചതിന് തെളിവില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിൽ കള്ളന്മാർ കൊണ്ടുപോയി തെളിവ് പുറത്തുവിടൂ. തെളിവ് കോൺഗ്രസ് പുറത്തുവിടൂ. സോണിയാഗാന്ധിയുടെ വീട്ടിലെ തെളിവ് പുറത്തുവിടൂ. എനിക്കതിനോട് അങ്ങോട്ടുള്ള വിയോജിപ്പ് ഒരേ ഒരു കാര്യത്തിൽ സോണിയാഗാന്ധിയെ കണ്ടു എന്ന കാര്യം ആരും നിരാകരിക്കുന്നില്ല. അത് പൊതുമധ്യത്തിലാണ്. MP മാർക്കൊപ്പമാണ്, MLA മാർക്കൊപ്പമാണ്. പക്ഷെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചു എന്ന് അങ്ങ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ്. പൊതുമധ്യത്തിൽ വെല്ലുവിളിക്കുന്നു. അല്ല സാർ, സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചു എന്ന് പറയുന്നതിനുള്ള തെളിവുകൾ എന്റെയോ അനിൽകുമാറിന്റെയോ കയ്യിലില്ല. താമസിച്ചു എന്ന് പറയാൻ കാരണം എന്താണ്? താമസിച്ചു, പൂജ നടത്തി. ഇയാളാണോ പോയത്? കൂടെ എന്റെ കയ്യിലുണ്ട്. ഇയാളാണോ പോയത്? അല്ല, ഒരു നിമിഷം റിജിൽ ബാക്കുറ്റി ഒരു നിമിഷം. അനിൽകുമാറിന്റെ കയ്യിലുള്ള തെളിവ് എന്താണ്? അവിടെ താമസിച്ചു എന്ന് പറയാൻ പറ്റുന്ന തെളിവ് എന്താണ്? നമ്മുടെ മുമ്പിൽ ലഭ്യമായ തെളിവ് ഒന്ന് ഈ ചർച്ചയിൽ മഹേഷ് പണിക്കർ പറഞ്ഞ കാര്യം എന്താണ്? അവിടെ അയ്യപ്പ പൂജ നടന്നു. എത്ര നേരം അയ്യപ്പ പൂജയ്ക്ക് എടുത്തു? അവിടെ താമസിച്ചാണോ പൂജ നടത്തിയത്? ഇതിന് തെളിവ് എവിടെയുണ്ട്? ബഹുമാന്യായ സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ട്. കാരണം എന്താണ്? ആ സുരക്ഷയുടെ ഭാഗമായി അവിടെ കയറുന്ന ഓരോരുത്തരുടെയും രേഖ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കോൺഗ്രസിനോട് അപേക്ഷിക്കുന്നു, കോൺഗ്രസ് പാർട്ടിയോട് അപേക്ഷിക്കുന്നു. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചു എന്നുള്ള വിവരം നേരിട്ട് താങ്കൾക്കറിയാമോ? താങ്കൾ ഏതെങ്കിലും രേഖകൾ കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. താങ്കളൊരു സംശയമല്ലേ? അല്ല, അത് വളരെ ഗുരുതരമായ വിഷയമായതുകൊണ്ടാണ്. ശരി, സ്വർണം കൃത്യമായിട്ട് ഫോട്ടോ എടുത്തതിന് തെളിവുണ്ട്. അതിനപ്പുറം വേറെ തെളിവൊന്നുമില്ല. അരുണെ, നിങ്ങൾ ഈ ഫോട്ടോ പറയാത്തത്? ഇതാ നിൽക്കുന്ന ഫോട്ടോ. ഈ ഫോട്ടോ എത്ര സമയം എടുത്തു കോൺഗ്രസ് വെളിപ്പെടുത്തുക. അവിടെ വേറെ പൂജയൊന്നും നടന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിലില്ല. അവിടെ ആകെ കയ്യിലൊരു ചരട് കെട്ടി കൊടുത്തത് മാത്രമേ നമ്മുടെ ഫോട്ടോയിലുള്ളൂ. എത്ര സമയം എടുത്തു കോൺഗ്രസ് വെളിപ്പെടുത്തുക. അത്രേ ഉള്ളൂ. ശരി, റിജിൽ ബാക്കുറ്റി, ഞാൻ അങ്ങേക്ക് ഒരു മിനിറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു. ഒറ്റ മിനിറ്റ്. CBI അന്വേഷണത്തെ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. CBI അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് CBI എന്ന് കേട്ടാൽ ഹാലിളകും. കേരളത്തിൽ നിങ്ങൾക്ക് CBI ആകാം ഏത് വിഷയത്തിലും, അല്ലേ? ഒറ്റ മിനിറ്റ്. ശ്രീ ഡോക്ടർ അരുണെ, ഈ CBI എന്ന് പറയുന്ന ഹൈക്കോടതിയുടെ പിന്നെ ഇതുപോലെയുള്ള SIT നിയന്ത്രിക്കുന്ന പോലെ നിയന്ത്രണത്തിൽ CBI അന്വേഷിക്കട്ടെ. സ്വാഭാവികമായി ഇത് കേരളത്തിന് പുറത്തേക്ക് വരുമ്പോൾ അന്വേഷിക്കാൻ പരിധിയുണ്ട്, അന്വേഷിക്കട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞത്. എല്ലാ CBI ചെയ്യുന്ന എല്ലാ കാര്യവും ന്യായീകരിക്കുന്ന ആളുകളല്ല. ഇപ്പൊ SIT പിടിച്ചു കെട്ടിയിരിക്കുന്നു ആര്? സർക്കാരിന്റെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ.
അവരുടെ ബന്ധുക്കൾ ഈ കേസിനകത്ത് പ്രതികളാകുമ്പോൾ അത് വിടാതിരിക്കാനുള്ള നിലപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എടുക്കുമ്പോൾ അവര് ഇങ്ങനെ വിശ്വസിക്കും. കടകംപള്ളിയിലേക്ക് പോകുന്നില്ല, ശങ്കർദാസിലേക്ക് പോകുന്നില്ല. ആരാണ് വിലങ്ങ് വെക്കുന്നത്, ആരാണ് വിലങ്ങ് തടിയെ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ നേരിട്ട് നിരീക്ഷണത്തിൽ CBI അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് നിലപാട്. താങ്ക് യു ടി കെ രാജഗോപാൽ, ശ്രീ മഹേഷ് പണിക്കർ ചർച്ചയിൽ ചേർന്നതിന്. Debate with Dr. Arun Kumar.